ഓഷോ പറഞ്ഞ കഥകൾ. മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ലളിതമായി ഉത്തരം പറയുവാൻ ഓഷോയ്ക്കുള്ള കഴിവ് പ്രസിദ്ധമാണ്. ശിഷ്യന്മാരിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾക്ക് ചെറിയ കഥകളിലൂടെ ഉത്തരം പറയാനാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത്. ചില ചോദ്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞതാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളും ചിലപ്പോഴൊക്കെ വിവിധ രീതികളിൽ വ്യാഖ്യാനിക്കുവാൻ സാധ്യതയുള്ളവയാണ്. ഏതാനും കുഴഞ്ഞുമറിഞ്ഞ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഓഷോയുടെ ഉത്തരങ്ങളും വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരിക്കൽ ഒരു ശിഷ്യൻ ഓഷോയോട് ചോദിച്ചു, ഗുരു, യഹൂദന്മാർ വളരെ ചെറിയ സമൂഹമാണ്, എന്നാൽ അവരിൽ നിന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെ നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞന്മാരും കാരൽ മാർക്സ് ഉൾപ്പെടെയുള്ള ചിന്തകന്മാരും ഉയർന്നു വന്നിട്ടുള്ളത്. അറബികളുമായുള്ള യുദ്ധങ്ങളിൽ ഈ ചെറിയ സമൂഹമാണ് വിജയിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? ഞാൻ ഒരു സംഭവം പറയാം. ഇത് നടന്ന സംഭവമാണ്. അമേരിക്കയിലെ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഒരു സമ്മേളനം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു സ്കൂളായിരുന്നു അത്. ക്രിസ്ത്യൻ സഭയാണ് ആ സ്കൂൾ നടത്തിയിരുന്നത്. സമ്മേളനത്തിൽ വെച്ച് ആ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുമുണ്ടായിരുന്നു. ഓരോ കുട്ടികളെയും സമ്മാനം നൽകുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ അവന്റെ മികവിനെക്കുറിച്ച് ടീച്ചർ ചെറിയ വിശദീകരണം നൽകും. അവസാനമായി വിളിച്ചത് മോറൽ സയൻസിന് 1ാം സമ്മാനം ലഭിച്ച വിദ്യാർത്ഥിയെയായിരുന്നു. ജൂഡ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അവൻ ഒരു യഹൂദ ബാലനായിരുന്നു. അവന്റെ മികവിനെക്കുറിച്ച് ടീച്ചർ ഇങ്ങനെ പ്രസംഗിച്ചു. മോറൽ സയൻസിന്റെ ഫൈനൽ റൗണ്ട് മത്സരത്തിലെത്തിയത് 12 വിദ്യാർത്ഥികളായിരുന്നു. ഫൈനൽ റൗണ്ടിൽ ആകെ 25 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 12 കുട്ടികളും 2 പോയിന്റുകൾ വീതം നേടി സമനിലയിലെത്തിയിരുന്നു. അവസാനമായി 25ാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്നവൻ വിജയിക്കും. ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആരെയെന്ന്? എബ്രഹാം ലിങ്കൻ, മുഹമ്മദ് നബി, ഗാന്ധിജി, വിവേകാനന്ദൻ, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, എന്റെ പിതാവ്, മാതാവ്. കുട്ടികൾ ഓരോരുത്തരും ഉത്തരം പറഞ്ഞു. അവസാനം ജൂഡിന്റെ ഊഴമെത്തി. അവൻ പറഞ്ഞു, യേശു ക്രിസ്തു. യഹൂദനായ അവൻ യേശുവിന്റെ നാമം ഉച്ചരിക്കുന്നു. അവൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും യേശുക്രിസ്തുവിനെയാണ്. അവസാന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞ് യഹൂദനായ ജൂഡിനെ വിജയിയായി പ്രഖ്യാപിച്ചു. ജൂഡ് സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ സദസ്സിൽ നിന്നും അതുവരെ ആർക്കും ലഭിക്കാത്തത്ര നിലയ്ക്കാത്ത കയ്യടി. എനിക്കെന്തോ ഇതിൽ ഒരു പൊരുത്തക്കേട് തോന്നി. എനിക്കറിയാവുന്ന യഹൂദന്മാർ ആരും യേശുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരല്ല. അവർ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചവരാണ്. യേശു വീണ്ടും അവതരിച്ചാൽ ഇപ്പോഴും അവർ അതുതന്നെ ചെയ്യും. ഞാൻ ആ കുട്ടിയെ മാറ്റി നിർത്തി ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരം നൽകിയത്? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും യഹോവയെയും മോശയെയുമാണ്. ഞാൻ ഏറ്റവും വെറുക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. പക്ഷേ ഈ സ്കൂളിൽ സമ്മാനം കിട്ടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞേ മതിയാകൂ. ഇതാണ് യഹൂദർ. അവർ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. വിശ്വാസങ്ങൾക്കും മനസാക്ഷിക്കും ഇത് ശരിയല്ലാതായിരിക്കാം. പക്ഷേ വിജയിക്കുന്നത് പലപ്പോഴും ഇത്തരക്കാരാണ്. ഞാൻ ഒരു സംഭവം കൂടി പറയാം. ഇസ്രായേലിലെ സ്കൂളുകളോട് ചേർന്ന് മതപാഠശാലയുമുണ്ട്. രാവിലെ 9 മണിവരെ മതപാഠശാലയിലും തുടർന്ന് സ്കൂളിലുമാണ് അവർ പഠിക്കുന്നത്. ഭൂമി പരന്നതാണെന്നും ഭൂമിക്ക് ചുറ്റും നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു എന്നുമാണ് അവർ മതപാഠശാലയിൽ പഠിക്കുന്നത്. ഒരിക്കൽ ഒരു കുട്ടി മതപാഠശാലയിലെ പഠനത്തിന് ശേഷം സ്കൂളിലെത്തി. അവനോട് സയൻസ് ടീച്ചർ ചോദിച്ചു, ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ? സംശയമില്ലാതെ അവൻ പറഞ്ഞു, ഭൂമി പരന്നതാണ്. അപ്പോൾ സയൻസ് ടീച്ചർ പറഞ്ഞു, അത് രാവിലെ 9 മണിവരെയാണ്. 9-ന് ശേഷം ഭൂമി ഉരുണ്ടതാണ്. മതപാഠശാലയിൽ പഠിക്കുന്നത് സയൻസ് ക്ലാസ്സിൽ വരുമ്പോൾ മറന്നേക്കണം. ഇങ്ങനെ വിശ്വാസവും സയൻസും രണ്ടായി കാണുവാൻ യഹൂദൻ പഠിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ ഇങ്ങനെ പഠിച്ചാണ് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരായത്. എന്നാൽ
അറബ് ലോകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാര ഉപഗ്രഹങ്ങൾ അറബി നാടുകളിലെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കുമ്പോൾ അറബികൾക്കിടയിൽ തർക്കം ഫോട്ടോഗ്രാഫി ഹലാല ഹറാമോ, പിന്നെ ആര് വിജയിക്കും എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കൽ ഒരു ശിഷ്യൻ ഓഷോയോട് ചോദിച്ചു, നമ്മുടെ മനസ്സിലുള്ളത് മിഥ്യാധാരണകളും മിഥ്യാഭ്രമങ്ങളുമാണ്. നമ്മെ കുഴപ്പങ്ങൾ കൊണ്ട് ചാടിക്കുന്നത് അവരാണ്. ഇത്തരം മായാവലയങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ എന്താണ് മാർഗം? ഓഷോ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു വിദ്യാർത്ഥിയുണ്ടായിരുന്നു. ഒരേ ക്ലാസ്സിൽ 5 കൊല്ലം എനിക്ക് പഠിപ്പിക്കേണ്ടിയും വന്നു. ഒടുക്കം ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, കോഴ്സിന്റെ കാലാവധി ഹ്രസ്വമാണ്, നിന്റേത് ദീർഘവും, എന്താണിത്? അവൻ പറഞ്ഞത്, എനിക്കെന്ത് ചെയ്യാനാകും? എനിക്കെന്നും രോഗമുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷ എടുക്കുമ്പോൾ എനിക്ക് അസുഖങ്ങൾ പിടിപെടുന്നു. ഞാൻ വാർഡനെ വിളിച്ചു. ഇത് അവന്റെ മനസ്സിന്റേതാണ്. പരീക്ഷയെടുക്കുമ്പോൾ അവന് പനി വരികയായി. 5 വർഷമായി ഈ പ്രവണത തുടരുന്നു. ഇതൊരു ശാരീരിക രോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അവൻ ആരെയും ബോധപൂർവം കബളിപ്പിക്കുകയാണെന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ ഡോക്ടറെ കാണിക്കരുത്. അവർ പലതും വിധിയെഴുതിക്കളയും. ഞാൻ തുടർന്നു, ഇനി ഞാൻ അവനെ ചികിത്സിക്കാൻ പോവുകയാണ്. 5 വർഷം ഡോക്ടർമാർ ചികിത്സിച്ചതല്ലേ, എന്നിട്ടെന്തായി? ഇനി ഞാൻ ഒരു കൈ നോക്കട്ടെ. വാർഡൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുകയാണ്. നിങ്ങളൊരു ഡോക്ടറല്ല, വൈദ്യ വിദ്യാർത്ഥി പോലുമല്ല. അപ്പോൾ അവനെ ചികിത്സിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ എന്നെ പുലിവാല് പിടിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനൊരു ഡോക്ടറോ വിദ്യാർത്ഥിയോ അല്ല. എങ്കിലും ഞാൻ മനുഷ്യനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ രോഗമെന്തെന്ന് എനിക്കറിയാം. ഇതൊരു മിഥ്യാരോഗഭീതിയാണ്. ഞാൻ അവന്റെ ഈ രോഗത്തെയാണ് ചികിത്സിക്കാൻ പോകുന്നത്. കേസോ പുലിവാലോ നിങ്ങൾക്കുണ്ടായാൽ തന്നെ ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം. കേസ് ഞാൻ വാദിച്ചുകൊള്ളാം. നിങ്ങൾ പരിഭ്രമിക്കേണ്ട. എന്റെ സംസാരം കേട്ടയുടനെ ആ പ്രായമുള്ള മനുഷ്യൻ അവിടെ നിന്നും വേഗം മാറിക്കളഞ്ഞു. അയാൾ വിചാരിച്ചിട്ടുണ്ടാകും, എനിക്ക് വിഷമമൊന്നും നേരിടരുത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന്. ഞാൻ വിദ്യാർത്ഥിയെ സമീപിച്ചു. അവനെ വിളിച്ചുകൊണ്ടുവന്ന് നല്ല തണുപ്പുള്ള വെള്ളത്തിനരികൾ കൊണ്ടുവന്നു. അവൻ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് നല്ല പനിയുണ്ട്, അതേസമയം മടിയുമുണ്ട്. നിന്നെ ഈ ബാത്ത് ടബിൽ തണുത്ത വെള്ളത്തിൽ എടുത്തിട്ടാൽ മതി, എല്ലാം മാറിക്കൊള്ളും. അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയുന്നത്? നേരം പുലരുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകും. ഞാൻ പറഞ്ഞു, ഇല്ല, അപ്പോഴേക്കും നീ പരീക്ഷാ ഹാളിൽ എത്തിച്ചേർന്നിരിക്കും. അവൻ പറഞ്ഞു, പക്ഷേ ഇന്ന് കഴിഞ്ഞുപോയ പരീക്ഷ എന്തു ചെയ്യും? അതെഴുതിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എല്ലാം ശരിയാക്കാം, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. ആദ്യം നിന്നെ ഒന്ന് നന്നാക്കിയെടുക്കണം. ഒന്നുകിൽ നിന്റെ അസുഖം ഭേദപ്പെടും, ഇല്ലെങ്കിൽ നീ ബാത്ത് ടബിൽ മുങ്ങും. അവൻ ബാത്ത് ടബിലെ വെള്ളമൊന്ന് തൊട്ടുനോക്കി. അതിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അവൻ മനസ്സിൽ വിചാരിച്ചു കാണും, ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിലും നല്ലത് പനി വിട്ടുകളയുന്നതാണ്. ഞാൻ തുടർന്നു, ശരി, നീ ഉടനെ എന്തെങ്കിലും തീരുമാനമെടുക്കൂ. ഞാൻ വൈസ് ചാൻസലറുടെ അടുത്തേക്ക് പോവുകയാണ്. നീ വിട്ടുകളഞ്ഞ പരീക്ഷയുടെ കാര്യം ശരിയാക്കിയിട്ട് വേഗം വരാം. ഞാൻ വൈസ് ചാൻസലറെ ചെന്നു കണ്ടു പറഞ്ഞു, 5 വർഷം തികച്ചും മതിയായ കാലയളവാണ്. താങ്കൾ ഇനിയും അവനെ അതേ ക്ലാസ്സിൽ തുടർന്നിരിക്കാൻ അനുവദിക്കരുത്. വൈസ് ചാൻസലർ എന്നോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അതേക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഓരോ പരീക്ഷയെടുക്കുമ്പോഴും അവന് ഓരോ രോഗമാണ്. ഏതായാലും നിങ്ങൾ ചെയ്തത് നന്നായി. ഇപ്പോൾ അവൻ ബാത്ത് ടബിൽ മുങ്ങാൻ തയ്യാറായി നിൽപ്പാണോ? ഞാൻ പറഞ്ഞു, അല്ല. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് കുറച്ച് ഐസ് ക്യൂബുകൾ പ്രയോജനപ്പെടുമോ? ഞാൻ പറഞ്ഞു, അത് നല്ല ആശയമാണ്, നിങ്ങൾ കുറച്ച് തരൂ. ഞാൻ തിരികെ വന്ന് വെള്ളത്തിൽ ഐസ് ക്യൂബുകൾ ഇട്ട് അതിനെ വീണ്ടും തണുപ്പിക്കാനൊരുങ്ങവേ വിദ്യാർത്ഥി പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നിന്നെ രാത്രി മുഴുവൻ ഈ വെള്ളത്തിലിട്ട് സൂക്ഷിക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ മരിച്ചു പോകും. ഞാൻ പറഞ്ഞു, സാരമില്ല, എന്നിട്ടും നീ പനി വിട്ടുകളയാൻ തയ്യാറല്ലല്ലോ. അവൻ പറഞ്ഞു, തയ്യാറാണ്. നോക്കൂ, നിങ്ങൾ പുറത്തു പോയപ്പോൾ ഞാൻ ഈ വെള്ളം വീണ്ടും തൊട്ടുനോക്കി. വളരെ തണുത്തിരിക്കുന്നു. ഇതിൽ മുങ്ങിക്കിടക്കുന്നതിലും നല്ലത് പനി ഇല്ലാതിരിക്കുന്നതാണ്. ഇനി എനിക്ക് ഒരു പനിയുമില്ല. ഞാൻ ചോദിച്ചു, ഇനി മറ്റു വല്ല അസുഖവും പിടിപെടുമോ? അവൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രയോഗം തന്നെയാണ്. എനിക്ക് നിന്റെ രോഗങ്ങളിലൊന്നും താല്പര്യമില്ല.
നിനക്കേതു രോഗമായാലും എന്റെ ചികിത്സ ഇതായിരിക്കും. നാളെ രാവിലെ നിന്നെ പരീക്ഷാ ഹാളിൽ എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പറയുക. അവൻ പറഞ്ഞു, ഇല്ല, ഇനി എനിക്ക് ഒരു രോഗവും വരില്ല. പിന്നീടൊരിക്കൽ അവൻ എന്നോട് പറഞ്ഞു, അന്നത്തേത് വെറുമൊരു പരീക്ഷാഭയമായിരുന്നു. അതിനെ ചെറുക്കാനായിരുന്നു അവനിൽ അസുഖങ്ങൾ പിടിപെട്ടിരുന്നത്. അതിന് പ്രതിവിധിയായി നിങ്ങൾ തന്നത് അതിലും വലിയ അപകടമായിരുന്നു. രാത്രി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ എനിക്കാവില്ല. അവൻ തുടർന്നു, ഇതെനിക്ക് മരിക്കാനുള്ള പ്രായമല്ല, ഞാൻ വളരെ ചെറുപ്പമാണ്. ഞാൻ പറഞ്ഞു, ഇത് നിനക്ക് പരീക്ഷകൾ പാസ്സാകാനുള്ള സമയമാണ്. 30% രോഗികളെ ചികിത്സിക്കേണ്ടത് ഇങ്ങനെയാണ്. ബാക്കിയുള്ള 70% മാത്രമേ യഥാർത്ഥത്തിൽ രോഗമുള്ളൂ. മരുന്നുകളും അവയുടെ ചികിത്സാ രീതികളും ഇവർക്കേ ഫലിക്കുന്നുള്ളൂ. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഇത്തരം രോഗങ്ങൾ നിങ്ങൾക്ക് നേരിടുന്ന ജീവിത പരാജയങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പരിമിത ബുദ്ധിയെ, കഴിവുകേടിനെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാനായാൽ ജീവിതം നിങ്ങൾക്ക് ഉന്മേഷദായകമാകും. സ്വന്തം ഊർജത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഒട്ടും പാഴായി പോകാതെ അതിനെ എങ്ങനെ ജീവിതോന്മുഖമായി പരിവർത്തനം ചെയ്യാം എന്നതാണ് ധ്യാനമാണ് ഇതിന് ഉത്തമമായ മാർഗം. നിങ്ങൾ സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കൂ. അതിനെ എല്ലാ മതിഭ്രമങ്ങളിൽ നിന്നും വിമുക്തമാക്കൂ. ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് അതിന് സാധിക്കും. അപ്പോൾ അവിടെ ഒരു മിഥ്യയും നിലനിൽക്കില്ല, എല്ലാം നശിച്ചു പോയിരിക്കും. ഒരിക്കൽ ഓഷോയോട് ഒരു കോളേജ് വിദ്യാർത്ഥി ചോദിച്ചു, സൗഹൃദങ്ങൾ, പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങിയവയിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. മറുപടിയായി പ്രകൃതിയിലെ ഒരു ദൃഷ്ടാന്തം ഓഷോ ചൂണ്ടിക്കാട്ടി. പറമ്പിൽ വലിയൊരു നെല്ലിമരമുണ്ടായിരുന്നു. വർഷാവർഷം ഒരുപാട് നെല്ലിക്ക ലഭിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ നെല്ലിമരത്തിന് ഒരു സുഹൃത്തിനെ കിട്ടി. കുറച്ചു നാളുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. നല്ലൊരു മഴക്കാലത്തിന് ശേഷം അതുവഴി ചെന്ന ഞാൻ അത്ഭുതപ്പെട്ടുപോയി. നെല്ലിമരം ശോഷിച്ച് ഉണങ്ങാറായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എന്തുപറ്റി നെല്ലിമരമേ ഇങ്ങനെയാവാൻ കാരണം? ഞാൻ ചോദിച്ചു. എന്തു പറയാനാ ചങ്ങാതി, എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പേര് കേട്ടപ്പോൾ തന്നെ എത്ര സുന്ദരം, ഇത്തിൽ കണ്ണി. വന്ന സമയത്ത് എന്നോട് എന്തു കാര്യമായിരുന്നെന്നോ. അവൻ എന്നെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു. എന്റെ ചില്ലയിൽ ഞാൻ അവന് ഇടം നൽകി. അവൻ അതിൽ പൂത്തു തളർത്തു. അവന്റെ പൂക്കളുടെ ഭംഗി കണ്ട് എനിക്കും ഒട്ടേറെ അഭിമാനം തോന്നി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നിൽ നിന്ന് സകല ഊർജവും വലിച്ചെടുക്കുകയായിരുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്നിലെ ഊർജം കൊണ്ടായിരുന്നു അവൻ പൂത്തതും തളർത്തതും. ഇപ്പോൾ എനിക്ക് ഫലം കായ്ക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അല്പനാളുകൾക്കുള്ളിൽ ഞാൻ പൂർണ്ണമായും നശിക്കുകയും ചെയ്യും. പക്ഷേ നോക്കൂ, അവൻ അപ്പോഴേക്കും അടുത്ത തളർമരത്തിന്റെ ചില്ലയിൽ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഓഷോ. സദസ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി ചോദിച്ചു, അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിവും തിരിച്ചറിവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. താൻ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും അനുവദിക്കാത്ത കൂട്ടുകെട്ടുകളിൽ വീണുപോകുന്നതുകൊണ്ടാണ് പല പറവുകളും ഇഴഞ്ഞു നടക്കുന്നത്. ഒരു കടുവക്കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിന്റെ അമ്മ വിട പറഞ്ഞു. പിന്നീട് ഒരു ആട്ടിൻപറ്റമാണ് അവനെ വളർത്തിയത്. ആ കൂട്ടത്തിൽ ചേർന്ന് പുല്ല് മാത്രം തിന്ന് അവനും സസ്യഭുക്കായി. ഒരിക്കൽ ഒരു വയസ്സൻ കടുവ ആട്ടിൻപറ്റത്തെ കാണാനിടയായി. കൂട്ടത്തിലൊരു കടുവയെ കണ്ട് അത്ഭുതപ്പെട്ട വയസ്സൻ കടുവ അവനെ വാരിയെടുത്ത് ദൂരേക്കോടി. ചെന്നു നിന്നത് നദിക്കരയിൽ. നദിയിലെ വെള്ളത്തിന് അഭിമുഖമായി കുഞ്ഞു കടുവയെ നിർത്തി. വെള്ളത്തിലെ പ്രതിബിംബത്തിൽ അന്നാദ്യമായി കടുവക്കുഞ്ഞ് സ്വന്തം രൂപം കണ്ടു. തന്റെ കണ്ണും മൂക്കും നഖവും എല്ലാം വ്യത്യസ്തമാണെന്ന തിരിച്ചറിവിൽ അന്നു മുതൽ അവൻ യഥാർത്ഥ കടുവയെപ്പോലെ പെരുമാറാൻ തുടങ്ങി. അകപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ആർക്കും വളരാനാകില്ല. ഒരാൾ എന്നും ജീവിക്കുന്ന സാഹചര്യങ്ങളാകും അയാളുടെ ശാരീരിക മാനസിക പ്രതിരോധശേഷിയും മനോഭാവവും തീരുമാനിക്കുക. സൗഹൃദ വലയത്തിന്റെ സ്വാധീനത്തിൽ നിന്നാകും നാം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും കർമ്മബോധവും രൂപപ്പെടുക. ചങ്ങാതിക്കൂട്ടത്തിന്റെ നിഷ്ഠകൾക്കും ശീലങ്ങൾക്കും അനുസരിച്ച് നിലനിൽക്കാത്തവരെല്ലാം പുറത്താക്കപ്പെടും. ആ ഭയമാണ് ആത്മബോധം പോലും പണയം വെച്ച് തുടരുന്നതിന് പ്രേരിപ്പിക്കുന്നത്. താൻ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും അനുവദിക്കാത്ത കൂട്ടുകെട്ടുകളിൽ വീണുപോകുന്നതുകൊണ്ടാണ് പല പറവുകളും ഇഴഞ്ഞു നടക്കുന്നത്.
അനർഹമായ സ്ഥലങ്ങളിൽ ആരാലും അറിയപ്പെടാതെ ജീവിക്കേണ്ടി വരുന്നു എന്നതാകും സ്വന്തം ജന്മത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനം. നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയണമെങ്കിൽ ഒരു ഗുരു ഉണ്ടാകണം. അത് പരമ്പരാഗത ശൈലിയിലുള്ള ഒരു ഗുരു തന്നെ വേണമെന്നില്ല. ഇംഗ്ലീഷിൽ മെന്റർ എന്ന് പറയും. ഒരു വഴികാട്ടി, തിരിച്ചറിവ് നൽകുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ അത് ഷോക്കിംഗ് അവസ്ഥയിലേക്ക് മാറ്റിയേക്കാം. അവിടെ നിന്നും നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് മാറാം. കാഴ്ചപ്പാട് ഒരു അറിവാണ്. അറിവിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ അത് തിരിച്ചറിവായി മാറുന്നു. ഒരിക്കൽ ഓഷോയുടെ ശിഷ്യന്മാരിൽ ഒരാളുടെ പണം അപഹരിച്ചുകൊണ്ട് വേറൊരു ശിഷ്യൻ കടന്നുകളഞ്ഞു. ഈ കാര്യം ശിഷ്യൻ ഓഷോയോട് പരാതിപ്പെട്ടു. ഓഷോ പറഞ്ഞു, പലപ്പോഴും ഇത്തരം ചതിയന്മാർ എല്ലാ കൂട്ടത്തിലും ഉണ്ടാകും. അവരെ തിരിച്ചറിയാൻ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ മാത്രമേ കഴിയൂ. ഒരാൾ ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. ഒരുപാട് സ്നേഹിച്ച് അയാളോടൊപ്പം എപ്പോഴും ആ പാമ്പുണ്ടായിരിക്കും. അത്രയ്ക്കും അടുപ്പവും സ്നേഹവുമായിരുന്നു പാമ്പും അയാളും തമ്മിൽ. കാലം കുറെ കഴിഞ്ഞു. പാമ്പ് വളർന്ന് മുഴുത്തൊരു പെരുമ്പാമ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ പാമ്പിന് 3-4 ദിവസമായി ഒരു മന്ദത. അത് ഭക്ഷണമൊന്നും കഴിക്കാതെ ചുരുണ്ട് കിടക്കും. അയാൾക്ക് ആകെ വിഷമമായി. ഇത് ചത്തുപോകുമോ എന്ന് ഭയന്ന് അയാൾ അതിനെ മൃഗവൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വൈദ്യർ പാമ്പിനെ പരിശോധിച്ചിട്ട് അയാളോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. എത്ര ദിവസമായി പാമ്പ് ഭക്ഷണം കഴിച്ചിട്ട്? 3-4 ദിവസമായി, അയാൾ മറുപടി പറഞ്ഞു. ഇത് നിങ്ങളുടെ അടുത്ത് കിടക്കാറുണ്ടോ? വയ്യാതായതിനു ശേഷം ഇതെന്റെ അടുത്ത് വന്ന് കിടക്കുന്നു. എങ്ങനെയാണ് പാമ്പ് നിങ്ങളുടെ അടുത്ത് കിടക്കുന്നത്? നീളത്തിലാണ് അതെന്റെ അടുത്ത് കിടക്കുക. 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈദ്യർ പറഞ്ഞു, ഈ പാമ്പിന് ഒരു അസുഖവുമില്ല. ഇത് നിങ്ങളെ വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ്. ഇത് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്ന് നിങ്ങളുടെ നീളം അളക്കുകയാണ്. പട്ടിണി കിടന്ന് ഇരപിടിക്കാൻ ശരീരത്തെ ഒരുക്കുകയാണ്. എത്രയും വേഗം ഇതിനെ ഉപേക്ഷിക്കുക. എല്ലാവരും നമ്മളെപ്പോലെയല്ല. കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത്. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കുക. ഒരിക്കൽ ഓഷോയോട് വളരെ മടിച്ച് ചെറിയ ശബ്ദത്തിൽ ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങ് ധാരാളം ഉപദേശങ്ങൾ നൽകാറുണ്ട്. എന്നാൽ ഈ ഉപദേശങ്ങളിൽ ചിലതെങ്കിലും തെറ്റായിപ്പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓഷോ ഉത്തരമായി ഒരു കഥ പറഞ്ഞു. ഈ കഥ കേരളത്തിലുള്ള ഒരു ഗ്രാമത്തിലെ ചെറിയ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ സംഭവിച്ചതാണ്. ഒരു പള്ളിയിലച്ചൻ കുർബാനയ്ക്കിടെ പറയാൻ കിടിലൻ ഒരു പ്രസംഗത്തിന് തയ്യാറെടുത്താണ് എത്തിയത്. പള്ളിയിലെത്തിയ അച്ഛൻ നിരാശാഭരിതനായി. ഒരേ ഒരാളാണ് കുർബാനയ്ക്ക് വന്നിരിക്കുന്നത്. അയാളോട് അച്ഛൻ തന്റെ നിരാശ പങ്കുവച്ചു. നല്ലൊരു പ്രസംഗം തയ്യാറാക്കി ആയിരുന്നു ഞാൻ വന്നത്. പക്ഷെ കേൾക്കാൻ ആളില്ലാതെ പോയല്ലോ. ഞാനത് പറയുന്നില്ല. വളരെ ജീവിത പരിചയമുള്ള വിശ്വാസി പറഞ്ഞു, അച്ഛാ, ഞാൻ കുറേയധികം കോഴികളെ വളർത്തുന്ന ഒരു കർഷകനാണ്. തീറ്റ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഒരു കോഴിയെ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞ് നിരാശനായി അതിന് തീറ്റ കൊടുക്കാതെ ഒരിക്കലും പോകാറില്ല. തളർന്നു പോയേക്കാവുന്ന ജീവിത സന്ദർഭത്തിൽ സമയോചിതമായി ഇടപെട്ട വിശ്വാസിയോട് അച്ഛന് സ്നേഹവും ബഹുമാനവും തോന്നി. ഒപ്പം ഇത്രയും വിശാലമായ ജീവിത വീക്ഷണം തനിക്കില്ലാതെ പോയല്ലോ എന്ന ജാള്യതയും. എന്തായാലും വിശ്വാസി കൊടുത്ത ആത്മവിശ്വാസത്തിൽ തയ്യാറാക്കി വന്ന പ്രസംഗം കുർബാന മധ്യേ വിശ്വാസിക്ക് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞുകൊടുത്തു. കുർബാന കഴിഞ്ഞ് അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, നന്ദിയുണ്ട്. എന്റെ പ്രസംഗം മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നതിനും കോഴിക്ക് തീറ്റ കൊടുക്കുന്ന ചെറിയ ഉദാഹരണത്തിലൂടെ വലിയൊരു ജീവിത പ്രായോഗിക പാഠം പഠിപ്പിച്ചു തന്നതിനും. അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നന്ദിയൊക്കെ കയ്യിലിരിക്കട്ടെ. ഒരു കാര്യം പറയാതെ പറ്റില്ലച്ചോ. കുറെ കോഴികൾക്ക് തീറ്റ കൊണ്ട് ചെല്ലുമ്പോൾ ഒരു കോഴി മാത്രം ഉള്ളൂ എന്ന് പറഞ്ഞ് ആ കോഴിക്ക് തീറ്റ കൊടുക്കാതെ പോരില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ കൊണ്ടുചെന്ന തീറ്റ മുഴുവനും ആ ഒറ്റ കോഴിയുടെ അണ്ണാക്കിൽ കുത്തിത്തിരികുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ലളിതമായി ഒരു ജീവിത പ്രായോഗിക പാഠം കൂടി പഠിച്ച അച്ഛൻ ഈശോ മിശിഹായ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് പള്ളിമേടയിലേക്ക് പോയി. ഇത്തരത്തിൽ സ്വയം ആത്മപരിശോധന നടത്തി മുന്നോട്ട് പോവുക എന്നത് എല്ലാ കാലത്തും എല്ലാവർക്കും ബാധകമാണ്. ഗുരു, കള്ളം പറയാമോ? കള്ളം പറയുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്? ചോദ്യം കേട്ട് സദസ്സിലുള്ള മറ്റു ശിഷ്യന്മാർ ആർത്തു ചിരിച്ചു. നിങ്ങളുടെ എല്ലാ മനസ്സുകളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണിത്. എങ്കിലും അത് മറച്ചു വെച്ചിട്ട് ചിരിക്കാനും അപരനെ പരിഹസിക്കാനുമാണ് നാം ശ്രമിക്കാറുള്ളത്. ഓഷോ തുടർന്ന് ഒരു കഥ പറഞ്ഞു.
ഒരു ബാലനും അവന്റെ കുഞ്ഞനുജത്തിയും അവരുടെ മുത്തശ്ശിയുടെ കൂടെ നാട്ടിൻ പുറത്തുള്ള വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവരുടെ അച്ഛനും അമ്മയും വിദേശത്ത് ഉദ്യോഗസ്ഥരാണ്. മഹാകുസൃതിയായ ആ ബാലന് മുത്തശ്ശിയുടെ ചെറു ചൂരലിനെ അല്ലാതെ ആകാശത്തിന് കീഴിൽ മറ്റൊന്നിനെയും പേടിയില്ല. മുത്തശ്ശി ഓമനിച്ചു വളർത്തിയ ഏതാനും കോഴിക്കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു ദിവസം ആ കോഴിക്കുഞ്ഞുങ്ങൾ വീടിന്റെ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ ബാലൻ കയ്യിലിരുന്ന കമ്പുകൊണ്ട് വീശി ഒരടി കൊടുത്തു. കോഴിക്കുഞ്ഞുങ്ങളിലൊന്ന് തൽക്ഷണം പിടഞ്ഞു വീണ് ചത്തു. അവന്റെ അനുജത്തി അത് കണ്ടു. അവൾ ഈ കാര്യം മുത്തശ്ശിയോട് പറയും. എന്താണ് ചെയ്യുക? ബാലന് വല്ലാത്ത അങ്കലാപ്പ്. മോളെ, കോഴിക്കുഞ്ഞ് ചത്ത കാര്യം അമ്മച്ചിയോട് പറയരുതേ. ബാലൻ അവളോട് കെഞ്ചി അപേക്ഷിച്ചു. പറയുകയില്ലെന്ന് അവൾ വാക്കുകൊടുത്തു. മുത്തശ്ശി എവിടെയോ പോയിരിക്കുകയായിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ കാണാനില്ല. അതിനെ കീരി പിടിച്ചതായിരിക്കുമെന്ന് അവർ ഓർത്തു. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. ബാലനും അനുജത്തിയും തമ്മിൽ പിണങ്ങുമ്പോഴൊക്കെ അവൾ ഞാനിപ്പോൾ കോഴിക്കുഞ്ഞിന്റെ കാര്യം അമ്മച്ചിയോട് പറയും എന്ന് പറയുമായിരുന്നു. അങ്ങനെ അവൻ അനുജത്തിയുടെ ഭീഷണിക്ക് അടിമയായി. ഒടുവിൽ അവൻ സഹികെട്ടു. എന്തു വന്നാലും കോഴിക്കുഞ്ഞിന്റെ കാര്യം അമ്മച്ചിയോട് തുറന്നു പറയുവാൻ അവൻ തീരുമാനിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം അവൻ അമ്മച്ചിയോട് സങ്കടത്തോടെ വിവരിച്ചു. കൊച്ചുമകന്റെ കണ്ഠമിടറിക്കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ കേട്ടപ്പോൾ ആ വൃദ്ധയും കരഞ്ഞുപോയി. എന്റെ പൊന്നുമോനെ, അന്നേ നിനക്ക് കാര്യം പറയാമായിരുന്നല്ലോ. സാരമില്ല, പോയത് പോട്ടെ. അവർ കൊച്ചുമകനെ ആശ്വസിപ്പിച്ചു. പിന്നീടൊരിക്കലും അനുജത്തിയുടെ ഭീഷണിക്ക് അവന് വഴങ്ങേണ്ടി വന്നില്ല. ഉചിതമായ ഏറ്റുപറച്ചിലുകൾ നൽകുന്ന സമാധാനം അനിർവചനീയം തന്നെയാണ്. സത്യം പറയുന്നതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം അത് പിന്നീട് ഓർത്തുവെക്കേണ്ടത് എന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യം പറയുന്നത് ഒരു ശീലമാക്കിയാൽ മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും ഉണ്ടാകും. പല ചൂഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. സാധാരണ ഒരു വ്യക്തി അസാധാരണ വ്യക്തിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് എങ്ങനെ? ഒരിക്കൽ ഓഷോയോട് ചോദിച്ച ഒരു ചോദ്യമാണിത്. അസാധാരണ വ്യക്തികളാകുന്നത് എങ്ങനെ? ഓരോ സാധാരണ വ്യക്തിയും അസാധാരണക്കാരെ ന്യായ വ്യക്തിയാകുന്നതിന് പിന്നിൽ അയാളുടെ അസാധാരണമായ ചിന്തയാണുള്ളത്. എന്നുവെച്ചാൽ ഒരു വ്യക്തി അയാളുടെ തന്നെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് എന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക. ആവർത്തനത്തിലൂടെ അവ ക്രമേണ മനസ്സിൽ പതിയുക തന്നെ ചെയ്യും. അതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളും അന്വേഷിക്കാം. മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ഉപബോധ മനസ്സ് വ്യക്തിയെ എല്ലായ്പ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു സാധാരണക്കാരനാണെന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവർ എപ്പോഴും മനസ്സിനെ ഞാൻ ഒരു ആവറേജ് ആണ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും അത് വലിയ നേട്ടങ്ങൾക്ക് എപ്പോഴും വിലങ്ങുതടിയാക്കുകയും ചെയ്യും. വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും അങ്ങ് എന്താണ് പഠിച്ചത്? ഞാൻ പറഞ്ഞതായാലും മറ്റുള്ളവർ പറഞ്ഞതായാലും നിങ്ങൾ വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നും വിശ്വസിക്കരുത്. ഓഷോ പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങൾ ഗീതയും ബൈബിളും ഖുറാനും സെൻ കഥകളും വായിക്കുക. അവയിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ കരുതിവെക്കുക. ഇത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് പ്രവർത്തിക്കുക. ഓഷോ തുടർന്നു പറഞ്ഞു. പ്രിയമുള്ള പ്രേക്ഷകരെ, ഓഷോ പറഞ്ഞ പല കഥകളും മുൻപ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ബുദ്ധനും അരിസ്റ്റോട്ടിലും ക്രിസ്തുവും നബിയുമൊക്കെ പറഞ്ഞ വചനങ്ങളും കഥകളും ചില സന്ദർഭങ്ങളിൽ മറ്റു പലരെയും പോലെ ഓഷോയും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന ചില കഥകളെങ്കിലും നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആണ്. വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും അങ്ങ് എന്താണ് പഠിച്ചത്? ഓഷോയെ സന്ദർശിച്ച സംസ്കൃത പണ്ഡിതൻ ചോദിച്ചു. മഹാഭാരതത്തിലെ ഒരു ചെറിയ സംഭവം, നാം എന്നെന്നും ഓർമ്മിക്കേണ്ട ചൈതന്യവത്തായ ഒരു സംഭവം. പാണ്ഡവ കൗരവ യുദ്ധം കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ ഹസ്തിനപുര രാജാവായ ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും സന്ദർശിച്ചു. ഗാന്ധാരി ശ്രീകൃഷ്ണന്റെ അടുത്തു വന്നു. തന്റെ വലതുകൈ ശ്രീകൃഷ്ണന്റെ നെഞ്ചിൽ വച്ചുകൊണ്ട് വലിയ മാനസിക വിക്ഷോഭത്തോടെ പറഞ്ഞു, കൃഷ്ണ, നീ അവതാരമാണ്, അതുല്യനാണ്, ത്രികാലജ്ഞാനിയാണ്, എല്ലാം വ്യക്തമായി അറിയുന്ന വ്യക്തിയുമാണ് നീ. നിനക്കറിയാം എന്റെ ഭർത്താവ് അന്ധനാണെന്ന്. ഭർത്താവിനില്ലാത്ത ഒരു സൗകര്യവും എനിക്കും വേണ്ട എന്ന് തീരുമാനിച്ച് ഞാനും കണ്ണുകൾ രണ്ടും കെട്ടി നടക്കുന്നു. കൃഷ്ണ,
ഞങ്ങളുടെ മരണസമയത്ത് ഒരു തുള്ളി ഗംഗാജലം തരാൻ, ഒരു വാക്കിരിയിടാൻ ഒരാൺതരിയെപ്പോലും നീ ശേഷിപ്പിച്ചില്ലല്ലോ. ഗാന്ധാരിയുടെ വികാരതീവ്രവും വേദനാജനകവുമായ വാക്കുകൾ കേട്ട ശ്രീകൃഷ്ണൻ ശാന്തനായി മറുപടി പറഞ്ഞു. അമ്മേ, അമ്മയ്ക്കറിയാം ഭർത്താവിന് കണ്ണ് കണ്ടുകൂടെന്ന്. എന്തിന് അമ്മ കണ്ണുകെട്ടി നടന്നു? കുന്തിമാതാവിനെ നോക്കൂ. നിങ്ങൾക്കു വേണ്ട സഹായവും സേവനവും നൽകി തന്റെ 3 മക്കളെയും സപത്നിയായ മാദ്രിയുടെ 2 മക്കളെയും സംരക്ഷിച്ചു. കൊട്ടാരത്തിലെ ജോലിയെല്ലാം ചെയ്തു. എത്ര കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തി വലുതാക്കിയത്. 13 വർഷം വനവാസവും പിന്നെ 1 വർഷം അജ്ഞാതവാസവും അവർ 5 പേർക്കും അമ്മയുടെ മക്കൾ വിധിച്ചു. അപ്പോഴെല്ലാം തന്റെ മക്കളിൽ മൂല്യബോധം വളർത്താൻ ആ അമ്മ യത്നിച്ചു. അങ്ങനെ ധർമ്മബോധത്തോടെ വളർന്ന പാണ്ഡവരെ ആർക്കും നശിപ്പിക്കാനായില്ല. പക്ഷേ ഗാന്ധാരിയമ്മേ, അമ്മ ചെയ്തതെന്താണ്? പാതിവ്രത്യത്തിന്റെ പേരിൽ കണ്ണുകൾ 2 മൂടിക്കെട്ടി നടന്നു. ഫലമോ, മക്കളിൽ 100 പേരിലും അഹങ്കാരവും വൈരാഗ്യവും അസൂയയും വളർന്നുവന്നു. അവരെ അച്ഛനും അമ്മയും നിയന്ത്രിച്ചില്ല. തന്നിഷ്ടക്കാരായി അവർ വളർന്നുവന്നു. സ്വാർത്ഥതയുടെ മൂർത്തിമൽ ഭാവമായി നാശം വരിച്ചു. അമ്മേ, അമ്മയുടെ മക്കളെ കൊന്നത് ഞാനല്ല, പാണ്ഡവരുമല്ല, അവരവരുടെ ചെയ്തികളാണെന്ന് അമ്മ തിരിച്ചറിയണം. എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി സ്വന്തം കടമകളിൽ നിന്നും ഒളിച്ചോടുന്നവർ അല്ല യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. കണ്ണു തുറന്ന് നമുക്ക് ചുറ്റുമുള്ളത് കാണുകയും പഠിക്കുകയും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. കണ്ണ് മൂടിക്കെട്ടി നടക്കുവാൻ ആർക്കും കഴിയും. കണ്ണു തുറക്കുക. വിവേകാനന്ദൻ പറഞ്ഞതും അതുതന്നെയാണ്. ഉത്തിഷ്ഠത, ജാഗ്രത. ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങയെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. താങ്കൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞാൻ ഒരു സംഭവം പറയാം. ഇത് നടന്ന സംഭവമാണ്. ജപ്പാനിൽ ഒരിക്കൽ ഒരു മഹാനായ യോദ്ധാവ് ജീവിച്ചിരുന്നു. വളരെ വൃദ്ധനായിരുന്നുവെങ്കിലും ഏത് എതിരാളിയോടും പോരാടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ യശസ്സ് നാട് മുഴുവൻ പരന്നിരുന്നു. ധാരാളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൽ നിന്നും വിദ്യ നേടാൻ ഒത്തുകൂടിയിരുന്നു. ഒരു ദിവസം വളരെ ദുഷ്കീർത്തിയുള്ള ഒരു ചെറുപ്പക്കാരൻ യോദ്ധാവ് ആ ഗ്രാമത്തിലെത്തിച്ചേർന്നു. വൃദ്ധനായ ഗുരുവിനെ തോൽപ്പിക്കുന്ന ആദ്യത്തെ ആളായി തീരണമെന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു വരവ്. അതിശക്തനായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഒപ്പം തന്റെ ശത്രുക്കളുടെ ഏതെങ്കിലും ദൗർബല്യം കണ്ടെത്താനും അത് ചൂഷണം ചെയ്യാനുമുള്ള അസാധാരണമായ കഴിവുമുണ്ടായിരുന്നു. തന്റെ എതിരാളിയുടെ ചലനങ്ങൾ ആദ്യം നിരീക്ഷിച്ചിട്ട് ഏതെങ്കിലും ഒരു ദൗർബല്യം കണ്ടെത്തി മിന്നൽ വേഗത്തിൽ യാതൊരു ഭയവുമില്ലാതെ ആഞ്ഞടിക്കുകയാണ് അയാളുടെ രീതി. അയാളുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളും അയാളുടെ ആദ്യത്തെ പ്രഹരത്തെ അതിജീവിച്ച് മുന്നോട്ടു പോയിട്ടില്ലായിരുന്നു. ഇതറിഞ്ഞ് ഗുരുവിന്റെ സ്നേഹസമ്പന്നരായ ശിഷ്യന്മാർ ഗുരുവിനോട് പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ അപേക്ഷിച്ചു. എന്നാൽ ഗുരു സന്തോഷപൂർവ്വം ചെറുപ്പക്കാരനായ യോദ്ധാവിന്റെ വെല്ലുവിളി സ്വീകരിക്കുകയാണുണ്ടായത്. 2 യോദ്ധാക്കളും പോരാട്ടത്തിനായി നേർക്കുനേർ നിന്നപ്പോൾ ചെറുപ്പക്കാരൻ ഗുരുവിന്റെ മുഖത്ത് തുപ്പുകയും മണ്ണും പൊടിയും മുഖത്തേക്ക് വലിച്ചെറിയുകയും കേട്ടാൽ അറപ്പ് തോന്നുന്ന തെറികളും ശാപവചനങ്ങളും ഗുരുവിന്റെ നേർക്ക് ചൊരിയുകയും ചെയ്തു. പക്ഷേ ആ വൃദ്ധനായ യോദ്ധാവ് അതെല്ലാം കേട്ട് നിശ്ചലനായി ശാന്തതയോടെ വെറുതെ നിന്നു. ഒടുവിൽ ചെറുപ്പക്കാരൻ തളർന്നു. താൻ പരാജയപ്പെട്ടതായി ചെറുപ്പക്കാരൻ ആത്മനിന്ദയോടെ മനസ്സിലാക്കി. ഇച്ഛാഭംഗത്തോടെ നിൽക്കുന്ന ധിക്കാരിയായ ആ ചെറുപ്പക്കാരനോട് യുദ്ധം ചെയ്യാൻ ഗുരുവിന് മനസ്സു വന്നില്ല. യുവാവ് അപമാനത്തോടെ തിരിച്ചുപോയി. ചുറ്റും കൂടിയ ശിഷ്യർ ഗുരുവിനോട് ചോദിച്ചു, അങ്ങയ്ക്ക് എങ്ങനെയാണ് ആ അപമാനം സഹിക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് അവനെ ഓടിച്ചത്? ഗുരു പുഞ്ചിരിയോടെ ചോദിച്ചു, ഒരാൾ വന്ന് നിങ്ങൾക്കൊരു സമ്മാനം തരികയും നിങ്ങളത് വാങ്ങാതിരിക്കുകയും ചെയ്താൽ ആ സമ്മാനം പിന്നെ ആരുടെ കയ്യിലിരിക്കും? അത് നൽകാൻ ശ്രമിച്ചവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. ശിഷ്യർ മറുപടി പറഞ്ഞു. ഓഷോ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു, നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളോ ദുരിതങ്ങളോ കണ്ടു പകച്ചിരിക്കുകയാണോ നിങ്ങൾ? ഒന്ന് ചോദിച്ചോട്ടെ, ഈ ലോകത്ത് ഇത്രയും കാലം ജീവിച്ചിട്ടും താങ്കൾ ഇത്രയേ പഠിച്ചിട്ടുള്ളൂ? എല്ലാം പ്രകൃതി തന്നെ നമ്മെ കാട്ടിത്തരുന്നുണ്ടല്ലോ. ഒഴുക്കിനെതിരെ നീന്തുന്നവന് മാത്രമേ മറുകരയെത്താൻ അർഹതയുള്ളൂ.
കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നാലും പട്ടം ദൂരേക്കാണ് പറന്നു പോകേണ്ടത്. എന്നാലോ എതിരെ കാറ്റ് വരുമ്പോഴാണ് പട്ടം ഉയർന്നു പൊങ്ങുന്നത്. എന്നുവെച്ചാൽ എതിർപ്പിനെ നേരിടുമ്പോഴാണ് എപ്പോഴും ഉയർച്ചയുണ്ടാകുന്നത് എന്ന കാര്യം ഒരിക്കലും മറക്കണ്ട. ഒരിക്കൽ ഒരു ശിഷ്യൻ ഓഷോയോട് ചോദിച്ചു, എല്ലാം വിധി അനുസരിച്ചേ നടക്കൂ എന്ന് പറയാറുണ്ടല്ലോ, ജീവിതത്തിൽ വിധി എന്ന പേരിൽ ഒന്നുണ്ടോ? എങ്ങനെയാണ് വിധി പ്രവർത്തിക്കുന്നത്? ഇതെല്ലാം നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു. നിങ്ങളുടെ പെരുമാറ്റം യാന്ത്രികമാണോ, അബോധപൂർവമാണോ? എങ്കിലവിടെ വിധിയുണ്ട്. എങ്കിൽ നിങ്ങൾ നിശ്ചിത പ്രേരകങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവ നിങ്ങളുടെ ശാരീരിക നില, ജൈവ ഘടകങ്ങൾ, മാനസികാവസ്ഥ, ഹോർമോണുകൾ എന്നിവയായിരിക്കും. സ്വതന്ത്രനായി നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളതായിരിക്കില്ല. നിങ്ങൾക്ക് ആ അവസ്ഥയിൽ വെറുതെ നിലകൊള്ളാം. പക്ഷേ അതിനെ ചുരുക്കാനോ വലുതാക്കാനോ മുതിരരുത്. അത് അതിൻ്റേതായ സ്വാഭാവികതയിൽ സംഭവിക്കുന്നു. ജീവിതത്തിന് അതിന്റെ സ്വാഭാവികതയിലെ പ്രാധാന്യമുള്ളൂ. നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം അപ്രസക്തങ്ങളാണ്. അവ നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം, പ്രയോജനകരവുമായിരിക്കാം. പക്ഷേ അവ നിങ്ങളുടെ ജീവന്റെ സത്തയല്ല. ജീവിതയാനത്തിലിരുന്നുകൊണ്ട് നിങ്ങൾ വേർതിരിച്ചറിയേണ്ട 2 കാര്യങ്ങളാണിവ. നിങ്ങളുടെ ഉദ്യമവൃത്തികളും സ്വാഭാവിക സംഭവങ്ങളും. ഇവ രണ്ടും നിങ്ങൾക്കുള്ളിൽ തമ്മിൽ കൂടിക്കുഴഞ്ഞാണുള്ളത്. ചെയ്യേണ്ട വൃത്തികളെ സ്വാഭാവികതയിലേക്ക് തള്ളിവിട്ട് കാത്തിരിക്കാൻ നിങ്ങൾക്കാവില്ല. അതേപോലെ സ്വാഭാവികതയിൽ സംഭവിക്കുന്നവയെ നിങ്ങൾക്കായി മാറ്റിത്തീർക്കാനും നിങ്ങൾക്കാവില്ല. നിങ്ങൾ എന്തുതന്നെ സ്വയം കാട്ടിക്കൂട്ടിയാലും മുഴുത്ത പരാജയമായിരിക്കും. പകരം നിങ്ങൾ അവയെ അതിന്റെ സ്വാഭാവികതയിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ അതവിടെ സംഭവിച്ചുകൊള്ളും. എല്ലാ മനുഷ്യരിലും ഇവ രണ്ടുമുണ്ട്. അതുകൊണ്ട് ഒന്നോർക്കുക, നിങ്ങളുടെ ഉദ്യമഫലമായുള്ള പ്രവൃത്തികളെയും നിങ്ങൾക്ക് കീഴെയാണ്, ഉപരിയല്ല. പ്രവൃത്തി കർത്താവിനേക്കാൾ വലുതാകില്ല. അതുകൊണ്ട് സ്വാഭാവിക സംഭവങ്ങൾക്കാണ് പ്രാധാന്യം. അവ നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കുപരിയായൊരു തലത്തിൽ നിന്നാണ്. പൂക്കളിൽ മഴ വർഷിക്കപ്പെടുന്നത് പോലെ, അനുഗ്രഹിക്കപ്പെടും പോലെ അവ നിങ്ങളിൽ സംഭവിക്കുന്നു. സ്വാഭാവിക സംഭവങ്ങളും ഉദ്യമവൃത്തികളും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കെൽപ്പ് ഒരുവനുണ്ടെങ്കിൽ അവന്റെ ജീവിതം തെളിമയാർന്നതായിരിക്കും. സാക്ഷാത്കാരത്തിന്റെ അനന്തസാധ്യത അവനിൽ നിറഞ്ഞു നിൽക്കും. തുടർന്ന് സ്വാഭാവികതയിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യത്തിൽ വാക്കുകൾ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും. ചിത്രങ്ങൾ, ദർശനങ്ങൾ, വർണ്ണങ്ങൾ എന്നിവ കൊണ്ട് നിങ്ങൾക്കുള്ളം ധന്യമാകും. കേരളത്തിൽ നിന്നുമെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ ഓഷോയോട് ചോദിച്ചു, നല്ലതു പ്രതീക്ഷിച്ച് നാം ചെയ്യുന്ന പല പ്രവൃത്തികളും പലപ്പോഴും അബദ്ധങ്ങളായി പരിണമിക്കാറുണ്ട്. പലപ്പോഴും പലരും പരീക്ഷിച്ച് വിജയിച്ച തന്ത്രങ്ങളായിരിക്കും നാം ഉപയോഗിക്കുന്നത്. എങ്കിലും പരാജയപ്പെട്ടു പോകും. ചിലപ്പോഴൊക്കെ അപമാനിതരുമായി തീരാറുണ്ട്. എന്താണ് കാരണം? ഒരിക്കൽ ഒരു കഴുതയ്ക്ക് മേൽക്കൂര ഓടുപാകിയ ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഞാൻ ലോകം കീഴടക്കി എന്ന് സമൂഹത്തിനോടായി വിളിച്ചു പറയണമെന്ന് തോന്നി. വളരെയധികം കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ കെട്ടിടത്തിന് മുകളിൽ കഴുത കയറിപ്പറ്റി. മുകളിലെത്തിയതിന്റെ സന്തോഷത്തിൽ കഴുത തുള്ളിച്ചാടാൻ തുടങ്ങി. ഓടുകൾ ഓരോന്നായി പൊട്ടിവീണു തുടങ്ങി. ദേഷ്യം വന്ന ഉടമസ്ഥൻ വടിയെടുത്ത് അതിനെ പൊതിരെ തല്ലി താഴേക്ക് ചാടിച്ചു. കഴുതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. വിഷമത്തോടെയും പുച്ഛത്തോടെയും അത് ചോദിച്ചു, എന്താ എന്നോടിങ്ങനെ? ഇന്നലെ കുരങ്ങൻ ഇതുതന്നെ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. നിങ്ങളെല്ലാം ചിരിച്ചു മറിയുകയായിരുന്നല്ലോ. ആൾക്കൂട്ടത്തിനു വേണ്ടി ആടരുത്, ആത്മസംതൃപ്തിക്ക് വേണ്ടിയാവണം. ചുവടുകൾ, ആർപ്പുവിളികൾ ആത്മാർത്ഥതയുടെ സത്യവാങ്മൂലം ആകണമെന്നില്ല. അഭിനയത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമാകാം. മറ്റുള്ളവർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ എന്നത് സ്വയം പ്രചോദനാത്മക ചിന്ത തന്നെ. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യും എന്നത് അഹന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന അസംബന്ധം. സാഹസികതയും ഭാഗ്യപരീക്ഷണവും നല്ലതു തന്നെ. സാമാന്യബോധത്തിന്റെ അകമ്പടി കൂടെയുണ്ടെങ്കിൽ ആഗ്രഹങ്ങളുടെ ചുവട്ടിൽ ആത്മബോധം കൂടി ഉണ്ടാകണം. സപ്തസ്വരങ്ങൾ തിരിച്ചറിയാനാകാത്തവൻ സംഗീതക്കച്ചേരി നടത്താൻ ഒരുമ്പെടരുത്. കഴുത ഒരു സംജാനാമമല്ല, അതൊരു സർവനാമമാണ്. സാമാന്യബുദ്ധി
അറിവിൽ നിന്നോ അനുഭവത്തിൽ നിന്നോ സ്വാംശീകരിക്കാത്തവർക്കുള്ള പര്യായപദം. അവർ സ്വന്തം അവിവേകത്തെ അപരന്റെ അജ്ഞത കൊണ്ട് ന്യായീകരിക്കും. സ്വന്തം പിഴവുകളെ അപരന്റെ തെറ്റുകളുടെ കാഠിന്യവുമായി താരതമ്യപ്പെടുത്തി ലഘൂകരിക്കും. നിരീക്ഷണത്തിലെ വ്യത്യസ്തത അനുസരിച്ച് ഒരാളുടെ ചിന്തകളും അതുവഴി സ്വഭാവവും രൂപപ്പെടുന്നു. അത് അയാളുടെ ജീവിതത്തെ ആകെ സ്വാധീനിക്കുന്നു. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഇല്ല. ചില സന്ദർഭങ്ങളിൽ വിജയിച്ചത് മറ്റൊരു സന്ദർഭത്തിൽ പരാജയപ്പെടാം. സ്വയം തിരിച്ചറിയാനുള്ള വിവേകമാണ് ഒരാളുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. ഒരിക്കൽ രാജസ്ഥാനിൽ നിന്നുമെത്തിയ ഒരു സംഘം ഓഷോയോട് ചോദിച്ചു, അങ്ങയ്ക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ? മറുപടിയായി തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഓഷോ വിവരിച്ചു. ജയ്പൂരിൽ ഒരു പ്രശസ്ത ജ്യോതിഷനുണ്ടായിരുന്നു. അയാൾ അവിടുത്തെ രാജാവിന്റെ ജ്യോതിഷൻ കൂടിയായിരുന്നു. ഞാൻ ജയ്പൂരിൽ ചെന്നപ്പോൾ താമസിച്ചിരുന്നത് അവിടുത്തെ രാജകൊട്ടാരത്തിലാണ്. അയാളെക്കൊണ്ട് എന്റെ കൈരേഖ പരിശോധിപ്പിക്കണമെന്ന് രാജാവ് വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒടുവിൽ ഞാൻ സമ്മതിച്ചു. വലിയതെന്തോ സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജ്യോതിഷൻ എന്റെ കൈ നോക്കാൻ വന്നു. പക്ഷേ ഞാൻ അതിനു മുൻപ് അയാളോട് പറഞ്ഞു, ഏതു തരത്തിലുള്ള മനുഷ്യനെയാണ് പരിശോധിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ടോ? അയാൾ പറഞ്ഞു, നിശ്ചയമായും എനിക്കറിയാം. അയാൾ ആരംഭിച്ചു. ചില പട്ടികകൾ വച്ചു നോക്കി, കൂട്ടിയും കിഴിച്ചും നോക്കി. എല്ലാം കഴിഞ്ഞ് അയാൾ പറയാനൊരുങ്ങി. പക്ഷെ ഞാൻ തടഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം, തുടങ്ങും മുൻപ് എനിക്കൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിഡ്ഢിത്തങ്ങളായി കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പൈസയും തരില്ലെന്നുറപ്പാണ്. പക്ഷേ ഈ സത്യം നിങ്ങൾക്ക് മുന്നേ കാണാനൊത്തില്ല. ഈ മനുഷ്യൻ തനിക്കൊരു പൈസയും തരില്ലെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്റെ കൈക്കുള്ളിലെ രേഖകളിൽ നിന്ന് നിങ്ങൾക്കത് തിട്ടപ്പെടുത്താനായേനെ. തന്മൂലം നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ പ്രാമാണ്യത എനിക്കും ബോധ്യമാകും. നിങ്ങൾ എല്ലാം കളഞ്ഞു കുളിച്ചു. ഇനി അടുത്ത വട്ടം വരൂ, അപ്പോൾ നോക്കാം. അബോധപൂർവം ചെയ്യപ്പെടുന്ന പ്രവൃത്തികളെല്ലാം ഒരു യാന്ത്രിക വൃത്തത്തിൽ ആവർത്തിക്കപ്പെടുന്നവയാണ്. അവിടെ നിങ്ങൾക്ക് വിധിയുണ്ട്. ഈ വൃത്തത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാനാവുന്നത് നിങ്ങളിൽ ബോധമുണരുമ്പോഴാണ്. ആ ഉണർവിൽ നിങ്ങളുടെ പ്രവൃത്തികളേതും വിധിയുടെ ശക്തികൾക്കന്യമാണ്. അങ്ങനെയുള്ളവനെ നാം മുക്തൻ എന്ന് വിളിക്കുന്നു. അവൻ സ്വതന്ത്രനാണ്, വിധിയുടെ ചങ്ങലക്കെട്ടുകൾക്കന്യനാണ്. ആരെയും വില കുറച്ചു കാണരുത്. കേടായ ഒരു ഘടികാരം പോലും ദിവസത്തിൽ 2 പ്രാവശ്യം ശരിയായ സമയം കാണിക്കും. ഓഷോ പറഞ്ഞ വാക്കുകളാണിത്. എല്ലാവർക്കും ഒരു ടൈം സോൺ അല്ലെങ്കിൽ ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ അവർ വിജയിക്കും. ടൈം സോൺ എത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവാണ് ഒരുവന്റെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. കാലിഫോർണിയയേക്കാൾ 3 മണിക്കൂർ മുൻപിലാണ് ന്യൂയോർക്ക്. പക്ഷേ കാലിഫോർണിയ സ്ലോ ആണെന്നോ ന്യൂയോർക്ക് ഫാസ്റ്റ് ആണെന്നോ അത് അർത്ഥമാക്കുന്നില്ല. 2 നഗരങ്ങളും അവയുടേതായ ടൈം സോണിൽ പ്രവർത്തിക്കുന്നു. ചിലർ അവിവാഹിതരായി ജീവിതം പൂർത്തിയാക്കുന്നു. മറ്റു ചിലർക്ക് വിവാഹം കഴിഞ്ഞ് 10 വർഷത്തിനു ശേഷം മാത്രം സന്താന സൗഭാഗ്യം ലഭിക്കുന്നു. വിവാഹ ജീവിതത്തിൽ 1 വർഷം പൂർത്തിയാക്കുമ്പോഴേക്കും കുഞ്ഞിക്കാൽ കാണാനുള്ള നിയോഗവുമായി മറ്റു ചിലർ. 22 വയസ്സിൽ ബിരുദം നേടിയിട്ടും ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുവാൻ 5 വർഷം കാത്തിരിക്കേണ്ടി വരുന്ന ഒരാൾ. 27 വയസ്സിൽ ബിരുദം പൂർത്തിയാക്കിയ ഉടൻ തന്നെ സ്വപ്ന ജോലി കരസ്ഥമാക്കിയ മറ്റൊരാൾ. ഒരാൾ 25-ാമത്തെ വയസ്സിൽ ഒരു കമ്പനിയുടെ സിഇഒ ആയി 50-ാം വയസ്സിൽ മരിക്കുന്നു. വേറൊരാൾ 50-ാം വയസ്സിൽ മറ്റൊരു കമ്പനിയുടെ സിഇഒ സ്ഥാനം ഏറ്റെടുത്ത് 90 വയസ്സുവരെ ആ കമ്പനി ഭരിക്കുന്നു. സ്വന്തം ടൈം സോൺ ആധാരമാക്കിയാണ് ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും. ഓരോരുത്തർക്കും സ്വന്തം ജീവിതതാളത്തോട് സമന്വയിച്ചാണ് കാര്യങ്ങൾ പൂർത്തിയാക്കുക. അതുകൊണ്ടുതന്നെ സ്വന്തം ടൈം സോൺ മനസ്സിലാക്കുക, അംഗീകരിക്കുക, പ്രവർത്തിക്കുവാൻ ശീലിക്കുക. സഹപ്രവർത്തകർ, ചങ്ങാതിമാർ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, ജീവിതത്തിൽ നമ്മളെ പിന്തള്ളി ഇവർ ബഹുകാലം മുന്നിലാണെന്ന വിഷമം ഒരു പക്ഷേ നമുക്കുണ്ടായേക്കാം. വേറെ ചിലർ നമ്മുടെ പുറകിലാണ് എന്ന ചിന്തയും ഉണ്ടായേക്കാം. ഈ ലോകത്തിലെ എല്ലാവരും സ്വന്തം ട്രാക്കിൽ അവനവന്റെ സമയത്തിനനുസരിച്ച് അവനവന്റെ ഓട്ടമോടിക്കൊണ്ടിരിക്കുന്നു. സമയത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. നിങ്ങൾ രാഷ്ട്രീയം ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഒരു നേതാവ് അധികാര കസേരയിൽ നിന്നും 40ാമത്തെ വയസ്സിൽ പുറത്താക്കപ്പെട്ട് കഴിയുമ്പോൾ മറ്റൊരു നേതാവ് 70ൽ സ്ഥാനാരോഹണം നടത്തുന്നു. അതിൽ അസൂയയോ പരിഭവമോ പരിഹാസമോ വേണ്ട. അതാണ് അവരുടെ ടൈം സോൺ. നിങ്ങൾ നിങ്ങളുടെ ടൈം സോണിലും പൊരുതാനുള്ള മനസ്സുമായി പിടിച്ചു നിൽക്കുക. മനസ്സാക്ഷിയെ വഞ്ചിക്കാതിരിക്കുക. നിങ്ങളുടെ സമയവും വരും. 1-2 ദിവസം കൊണ്ട് ഒരു പശുത്തൊഴുത്ത് പണിയാം. നല്ലൊരു വീട് പണിയാൻ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവന്നേക്കാം. ഒരു ദേവാലയം പണിയാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നേക്കാം. നിങ്ങളൊട്ടും വൈകിയിട്ടില്ല, ഒരിക്കലും നേരത്തെയുമല്ല. നിങ്ങൾ നിങ്ങളുടെ ടൈം സോണിലാണ്, അത്രമാത്രം. ഓഷോയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു ശിഷ്യൻ പറഞ്ഞു, അങ്ങു പറയുന്നതെല്ലാം മറ്റുള്ളവരെക്കുറിച്ച് ശരിയാണ്, പക്ഷേ എന്റെ ജീവിതത്തിൽ മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ ടൈം സോൺ എപ്പോഴാണെത്തുക? ഞാൻ എങ്ങനെ എന്റെ സമയം തിരിച്ചറിയും? മറുപടിയായി ഓഷോ പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഹോട്ടലുടമയും ഹോട്ടലിൽ തൂപ്പുകാരനായി ജോലി ചെയ്യുന്ന തൊഴിലാളിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഇങ്ങനെയായിരുന്നു. തൊഴിലാളി പറഞ്ഞു, 30 വർഷമായി ഞാൻ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഈ കാലയളവിൽ നിങ്ങൾ എനിക്ക് കൂട്ടിത്തന്ന ശമ്പളം വെറും 2000 രൂപ. ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ മുതലാളി? എന്താ നിന്റെ പ്രശ്നം? ഒന്ന് തെളിച്ചു പറയൂ. ഞാനിവിടെ ആദ്യമായി ജോലിയിൽ കയറുമ്പോൾ ഇതൊരു ചെറിയ ചായ മക്കാനി മാത്രമായിരുന്നു. ഇപ്പോൾ ടൂറിസ്റ്റുകൾ നിരന്തരം കയറിയിറങ്ങുന്ന വലിയ റെസ്റ്റോറന്റായി. എന്നിട്ടും മാന്യമായ ഒരു ശമ്പളം നൽകാൻ നിങ്ങൾക്കായിട്ടില്ല. എന്റെ ശേഷം വന്ന എത്ര ആളുകൾക്ക് നിങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുത്തു? സീനിയോറിറ്റിക്ക് ചെറിയൊരു പരിഗണനയെങ്കിലും നൽകേണ്ടതില്ലേ? ഓഹോ, അപ്പോൾ അതാണ് വിഷയം. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്റെ ആവശ്യം നിറവേറ്റിത്തരണം. നിറവേറ്റിത്തരാം. അതിനു മുൻപ് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്നെങ്കിലും ഈ ഹോട്ടൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നോ? സ്വപ്നത്തിലെങ്കിലും? ഈ ഹോട്ടൽ സ്വന്തമാക്കുകയോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരു ഹോട്ടലുടമയാകാൻ മോഹിക്കുകയെങ്കിലും ചെയ്തിരുന്നോന്ന്? ഞാൻ എങ്ങനെയാ ഒരു ഹോട്ടലുടമയാവുക? ഞാനൊരു തൂപ്പുകാരനല്ലേ? അതല്ലേ എന്റെ ജോലി. ഇതുതന്നെയാണ് നിന്റെ പ്രശ്നം. 30 വർഷം മുൻപ് നീ എവിടെയായിരുന്നു, അവിടെ തന്നെയാണ് നീ ഇപ്പോഴുമുള്ളത്. ഈ തൂപ്പുജോലിയിൽ നിന്ന് മാറി ഉയർന്ന വല്ല തസ്തികയും സ്വപ്നം കാണാൻ ഇത്രയും കാലമായിട്ട് നിനക്കായില്ല. പിന്നെ എങ്ങനെയാണ് ശമ്പളം കൂട്ടിക്കിട്ടുക? നിന്നിടത്ത് തന്നെ നിന്നാൽ വളർച്ചയുണ്ടാകുമോ? വളർച്ചയുണ്ടെങ്കിലേ നേട്ടങ്ങളുമുണ്ടാവൂ. പൊതുവെ 6 തരക്കാരാണ് മനുഷ്യർ. അതിൽ ഏതിലാണെന്നറിഞ്ഞാൽ തന്റെ നിലവാരം ഒരാൾക്ക് അളക്കാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ചെറിയൊരു ബോധവും മനസ്സിലുദിക്കും. അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അവ ഓരോന്നായി പറയാം. 1. ലക്ഷ്യബോധമില്ലാത്തവർ. ജനിച്ചതുകൊണ്ട് ജീവിച്ചങ്ങനെ പോകുന്ന വിഭാഗം. മൃഗങ്ങളെപ്പോലെ തീറ്റ, കുടി, ഭോഗം, ഉറക്കം തുടങ്ങിയവയല്ലാതെ മറ്റൊരു അജണ്ടയും ജീവിതത്തിൽ അവർക്കില്ല. എന്തിനാണ് ഇവിടെ വന്നത്, എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ ചിന്തകൾ അവർക്കന്യം. ഇന്നലെയും ഇന്നും നാളെയും അവർക്കൊരുപോലെ. എന്നാലോ ജീവിതത്തെപ്പറ്റി പരാതി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ജനങ്ങളിൽ വച്ച് ഏറ്റവും താഴെ കിടക്കുന്നത് ഇവരാണ്. 2. ലക്ഷ്യബോധമുണ്ടെങ്കിലും അതെങ്ങനെ നേടണമെന്നറിയാത്തവർ. ഭാവിയിൽ എന്താവണമെന്നാണ് മോഹിക്കുന്നതെന്ന് ചോദിച്ചാൽ വലിയ വായിൽ അവർ പറയും, ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, പ്രധാനമന്ത്രിയാവണം എന്നൊക്കെ. പക്ഷേ ആ ഡയലോഗിനപ്പുറം ലക്ഷ്യം നേടാനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. എങ്ങനെയാണ് ആ ലക്ഷ്യം നേടേണ്ടതെന്ന അറിവിന്റെ അഭാവമാണ് അവർ നേരിടുന്ന പ്രധാന പ്രശ്നം. 1-ാം വിഭാഗക്കാരുടെ മുകളിലാണ് ഇവരുടെ സ്ഥാനം. 3. ലക്ഷ്യബോധമുണ്ട്, അതെങ്ങനെ നേടിയെടുക്കണമെന്നും അറിയാം. പക്ഷേ അതിനുള്ള ശേഷിയിൽ അവർക്ക് മതിപ്പില്ല. ശാസ്ത്രജ്ഞനാവാനാണ് ആഗ്രഹം, അതിനെന്തൊക്കെ ചെയ്യണമെന്നും അറിയാം. പക്ഷേ താൻ അതിന് മുതിർന്നാൽ വിജയിക്കുമോ എന്ന ആശങ്ക കുഴയ്ക്കും. പുസ്തകങ്ങൾ പരമാവധി വാങ്ങിക്കൂട്ടുമെങ്കിലും വായിക്കില്ല. ഇവർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിലും വിജയപാതയിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആർജവമാണ് ഇല്ലാത്തത്. 4. ലക്ഷ്യബോധവും അത് നേടിയെടുക്കാനുള്ള വഴിയും അതിനുള്ള കഴിവുമുണ്ട്. പക്ഷേ ആളുകളുടെ അഭിപ്രായങ്ങൾക്കൊത്ത് തള്ളിക്കളയും. ഈ ജോലിയേക്കാൾ ആ ജോലിയാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അവരാ ജോലിക്ക് പിന്നാലെ പോകും. സത്യത്തിൽ അവർക്ക് താൽപ്പര്യമുള്ളത് നിലവിലെ ജോലിയായിരിക്കും. എന്നാലും മറ്റുള്ളവരുടെ അഭിപ്രായം മാനിച്ച് നിലവിലുള്ളതൊഴിവാക്കി അവർ പറഞ്ഞതാണ് ഇവർ തിരഞ്ഞെടുക്കുക. നിർമ്മിച്ചത് മുഴുവൻ മറ്റുള്ളവരുടെ വാക്കുകേട്ട് പൊളിച്ചു കളയുന്നവർ. നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ദുർബല മാനസർ. 5. ആരുടെയെങ്കിലും അഭിപ്രായത്തിൽ വീഴാതെ ലക്ഷ്യം നേടിയെടുക്കാൻ ആർജവമുള്ളവർ.
പക്ഷേ ലക്ഷ്യം നേടുന്നതുവരെ അവർക്ക് ആവേശമുണ്ടാകും. നേടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നിലകൊള്ളും. പിന്നെ ഒരടി മുന്നോട്ടു പോകില്ല. ഡോക്ടറായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു സാധാരണ ഡോക്ടർ. അധ്യാപകനായാൽ മരണം വരെ കേവലമൊരു അധ്യാപകൻ. 30 വർഷം മുൻപത്തെ പെട്ടിക്കടയിൽ തന്നെയായിരിക്കും മരണം വരെ അവർ ജോലി ചെയ്യുക. തന്റെ പോസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാതെ ഒതുങ്ങിപ്പോകുന്ന വിഭാഗമാണിവർ. 6. ലക്ഷ്യം അന്തസ്സോടെ നേടിയെടുക്കുകയും തുടർന്ന് ആ ലക്ഷ്യം നിരന്തരം അപ്ഡേറ്റ് ചെയ്ത് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പറന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നവർ. ഇതിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടണം എന്ന് മറ്റുള്ളവരല്ല, നിങ്ങളാണ് തീരുമാനങ്ങളെടുക്കേണ്ടത്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഓഷോ. ആരാണ് യഥാർത്ഥ നേതാവ്? നേതാവിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? വിദ്യാർത്ഥികൾ ചോദിച്ചു. ഇപ്പോഴും രാജഭരണം തുടരുന്ന ഒരു രാജ്യത്തിലെ രാജാവ് എല്ലാ വർഷവും സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. നിശ്ചിത ദിവസം കൃത്യസമയത്ത് ആരംഭിച്ച് കൃത്യസമയത്ത് തന്നെ അവസാനിക്കും. ആ വർഷം രാജാവ് എത്താൻ 1 മിനിറ്റ് വൈകി. ഉടനെ സേനാംഗങ്ങൾ ക്ലോക്ക് ടവറിലെ സമയം 1 മിനിറ്റ് പുറകോട്ടാക്കി. രാജാവ് കൃത്യസമയത്ത് തന്നെ എത്തിയെന്ന് വരുത്തി തീർത്തു. ക്ലോക്ക് ടവറിൽ നോക്കി രാജാവ് പ്രസംഗം ആരംഭിച്ചു. 1 മിനിറ്റ് താമസിച്ചെത്തിയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അനുസരണം അടിമത്തമല്ല, വിധേയത്വം ദാസ്യവൃത്തിയുമല്ല. അനുസരണം നല്ലതാണ്, അടിമത്തം അപകടകരവും. നയിക്കുന്നവർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് വരുത്തിത്തീർക്കാനുള്ള അണികളുടെ ശ്രമം സാമൂഹിക തിന്മയാണ്. അനുസരിക്കണം എന്നതിന്റെ അർത്ഥം അന്ധമായി അനുകരിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ അല്ല. തെറ്റുപറ്റുക എന്ന മാനുഷിക വീഴ്ച എല്ലാ നേതാക്കൾക്കും സംഭവിക്കുന്നതാണ്. തെറ്റുപറ്റുന്നതിനേക്കാൾ വലിയ തെറ്റ് ആ തെറ്റിനെ മഹത്വപ്പെടുത്താനോ പുതിയ ശരിയാക്കി രൂപപ്പെടുത്താനോ ഉള്ള ശ്രമമാണ്. തന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനും തിരുത്താനും ധൈര്യമുള്ള അണികളെ സൃഷ്ടിക്കുന്നവനാണ് യഥാർത്ഥ രാജാവ്. ജാഗരൂകരായ അണികളുള്ള രാജ്യം അനുദിനം വളരും. ചൂണ്ടിക്കാണിക്കപ്പെട്ട ശേഷം തിരുത്തുന്നതിനേക്കാൾ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതിലാണ് മാഹാത്മ്യം. സ്വന്തം തെറ്റുകൾ സ്വയം കണ്ടെത്താനും സ്വയം തിരുത്താനുമുള്ള കഴിവ് നോക്കി വേണം ആരെയും നേതാവാക്കാൻ. അവരെ വിശ്വസിച്ച് പിന്തുടരാം. തെറ്റില്ലാത്തതുകൊണ്ടല്ല, തെറ്റിയാലും തിരിച്ചു നടക്കും എന്നതുകൊണ്ട്. അടിമകളെ ഭരിക്കുന്നവർ നേതാക്കളല്ല, യജമാനന്മാർ മാത്രം. സ്വന്തം തെറ്റുകളെ മറ്റുള്ളവർ പുകഴ്ത്തിപ്പാടുമ്പോഴും അവ തെറ്റാണെന്ന് സ്വയം അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നേതൃത്വം. ഓഷോ തന്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരു, പലപ്പോഴും അങ്ങ് ചോദ്യത്തിനല്ല ഉത്തരം നൽകുന്നത്. അങ്ങ് പറയുന്ന കഥകളും ഉദാഹരണങ്ങളും ചിലപ്പോഴെങ്കിലും ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരേ ചോദ്യത്തിന് തന്നെ ചോദ്യകർത്താവിനെ ആശ്രയിച്ച് വ്യത്യസ്ത ഉത്തരങ്ങളാണ് അങ്ങ് നൽകിയിട്ടുള്ളത്. ചോദ്യം കേട്ട് ഓഷോ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അപരിചിതമായ ഗ്രാമീണ വഴിയിലൂടെ യാത്രികൻ നടക്കുകയാണ്. വഴിയിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന വയോധികനെ കണ്ടു. അടുത്ത ഗ്രാമത്തിലെത്താൻ ഇനി എത്ര സമയം വേണ്ടിവരുമെന്ന് അയാൾ വയോധികനോട് ചോദിച്ചു. ഒരു മറുപടിയും കിട്ടിയില്ല. യാത്രക്കാരൻ വീണ്ടും നടക്കാൻ തുടങ്ങി. 50 അടിയോളം നടന്ന അയാളെ വയോധികൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഇനിയൊരു അരമണിക്കൂർ മതി അവിടെ എത്താൻ. വയോധികൻ പ്രതീക്ഷിച്ച ചോദ്യവും വന്നു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ പറയാത്തത്? വയോധികൻ പറഞ്ഞു, ഇപ്പോഴാണ് താങ്കളുടെ നടപ്പിന്റെ വേഗം ഞാൻ ശ്രദ്ധിച്ചത്. ഒരു കാര്യം ഒരാളെ പഠിപ്പിക്കാൻ ആദ്യം അയാളെ പഠിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നയാളല്ല ഗുരു. ചോദ്യത്തിന്റെ ആഴത്തിനനുസരിച്ച് മാത്രമല്ല, ചോദ്യകർത്താവിന്റെ ശീലങ്ങൾക്കനുസരിച്ചും ഉത്തരത്തിന്റെ വ്യാപ്തിയിൽ മാറ്റം വരും എന്ന് തിരിച്ചറിയുന്നയാളാണ് ഗുരുനാഥൻ. ചൂണ്ടുപലകകൾക്ക് ഒരു പരിമിതിയുണ്ട്. അവയ്ക്ക് ദൂരം മാത്രമേ അറിയൂ, സമയമറിയില്ല. വഴി പറഞ്ഞുകൊടുക്കുന്നവർ ദൂരം മാത്രം അറിഞ്ഞാൽ പോരാ, വഴിയുടെ സ്വഭാവവും യാത്രക്കാരന്റെ പ്രകൃതവും അറിയണം. ഒരു ചോദ്യവും നിസ്സാരമല്ല. ചോദ്യങ്ങളുടെ ഗൗരവം ഉത്തരങ്ങൾക്കും ഉണ്ടാകണം. ഓരോ ചോദ്യത്തിനും പല ഉത്തരങ്ങളുണ്ടാകാം. ഒരേ ഉത്തരത്തിന് പല അവതരണ ശൈലിയുമുണ്ടാകാം. ആളറിഞ്ഞ് അറിവ് വിളമ്പണം. ചോദിച്ചത് കൊടുക്കുന്നതിനേക്കാൾ വേണ്ടത് കൊടുക്കുമ്പോൾ ഉത്തരം അർത്ഥസമ്പുഷ്ടമാകും. ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് ഞാൻ കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ എനിക്ക് തോന്നും ഈ ലക്ഷണങ്ങളെല്ലാം എന്നിലുമുണ്ട്. ഇതുകാരണം ഞാൻ എപ്പോഴും ഭയത്തിനടിമയായിട്ടാണ് ജീവിക്കുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് ഓഷോ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഒരാൾ നിങ്ങളെ നോക്കി വിശേഷം പറയുന്നു. അയാൾ പറയുന്നു, നിങ്ങൾ വളരെ വിളറിയിരിക്കുന്നല്ലോ. നിങ്ങളത് പെട്ടെന്ന് നിഷേധിച്ചേക്കും. നിങ്ങൾ വിളറിയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം.
എങ്കിലും ഒരു സമാധാനത്തിനു വേണ്ടി നിങ്ങൾ കണ്ണാടിക്ക് മുൻപിൽ ചെല്ലുന്നു. സ്വന്തം പ്രതിരൂപം കാണുന്നു. ഇല്ല, ഞാൻ വിളറിയിട്ടില്ല. മറ്റാരും എന്നോടിത് സൂചിപ്പിച്ചിട്ടില്ല. അയാൾ വെറുതെ പറഞ്ഞതാവും. നിങ്ങൾ അയാൾക്കരികെ ചെന്ന് നിന്ന് പറയുന്നു, നിങ്ങളുടെ കണ്ണിന് മഞ്ഞപ്പിത്തമാവും. എനിക്ക് വിളർച്ചയൊന്നുമില്ല, എനിക്കിപ്പോഴും നല്ല ആരോഗ്യമാണ്. ആ മനുഷ്യൻ പറയുന്നു, നിങ്ങൾക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അയാളോട് യാത്ര പറയുന്നു, പിരിയുന്നു. എങ്കിലും നിങ്ങൾക്കുള്ളിൽ സംശയം നുരപൊങ്ങുകയായി. ഒരുപക്ഷെ മറ്റുള്ളവർ എനിക്ക് വിഷമമുണ്ടാകരുതെന്ന് കരുതി മിണ്ടാതിരുന്നതാണോ? യാത്രാമധ്യേ മറ്റൊരാൾ നിങ്ങൾക്ക് മുൻപിൽ കടന്നുവരുന്നു. അയാൾ നിങ്ങളുടെ മുഖത്തു നോക്കി പറയുന്നു, ദൈവമേ, എന്താണിത്? നിങ്ങളെ കണ്ടിട്ട് പ്രേതത്തെപ്പോലെ ഇരിക്കുന്നല്ലോ. നിങ്ങൾ അല്പം വിഷണ്ണനാകുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്കാണ് കുഴപ്പം എന്ന് നിങ്ങൾക്കവിടെ പറയാനാവുന്നില്ല. എന്തോ പന്തികേടുള്ളതായി നിങ്ങൾക്കും തോന്നിത്തുടങ്ങും. നിങ്ങൾ പറയുന്നു, അതെ, എനിക്കത്ര സുഖം പോരാ, വിളർച്ചയുണ്ടല്ലേ, ഇന്ന് ലീവ് എടുക്കുന്നതാവും നല്ലത്. അയാൾ പറയുന്നു, നിങ്ങൾ നടന്നു പോകണ്ട, ഞാനൊരു ടാക്സി വരുത്താം. അഥവാ തീരെ വയ്യെന്ന് തോന്നുന്നുവെങ്കിൽ ഞാനൊരു ആംബുലൻസ് വരുത്താം. നിങ്ങൾ പറയുന്നു, എന്നാൽ അതാവും നല്ലത്, എന്റെ അന്ത്യം അടുത്തെത്തിയെന്ന് തോന്നുന്നു. ഒരു പ്രേതത്തെപ്പോലിരിക്കുന്നെങ്കിൽ താമസമുണ്ടാകില്ല. ഇങ്ങനെ വീട്ടിൽ പോയിട്ടെന്താണ് കാര്യം? ഭാര്യയും കുട്ടികളും പേടിച്ചു പോകില്ലേ? നേരെ ആശുപത്രിയിലേക്ക് തിരിക്കുന്നതാവും നല്ലത്. അവിടെയാകുമ്പോൾ പ്രശ്നമില്ല. നിങ്ങൾ വേഗം ആംബുലൻസ് വിളിക്കൂ. അയാൾക്ക് ചൂടുകയറി. അയാൾ തുടർന്നു, അയ്യോ, നിങ്ങളുടെ കാര്യം തീർന്നു പോയിരിക്കുന്നു. പിന്നീട് ഡോക്ടർ നിങ്ങളെ പരിശോധിച്ച ശേഷം പറയുന്നു, നോക്കൂ, നിങ്ങൾ മരിച്ചിരിക്കുന്നു, ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചതായി എനിക്ക് തോന്നുന്നില്ലല്ലോ. അങ്ങനെ ആർക്കും തോന്നാറില്ല. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? ഡോക്ടർ പറയുന്നു, അതെന്റെ കാര്യമല്ല. നിങ്ങൾ മരിച്ചിരിക്കുന്നു. ഇവിടെ അടുത്തെവിടെയെങ്കിലുമുള്ള പള്ളിയിൽ ചെന്ന് നോക്കൂ. അവിടെ പുരോഹിതരുണ്ടാകും. അവരോട് ചോദിക്കൂ, എനിക്കറിയില്ല. നിങ്ങൾ എഴുന്നേറ്റ് 2-3 ചുവട് മുന്നോട്ട് വയ്ക്കുന്നു. വീണ്ടും എന്തോ പിടികിട്ടിയതുപോലെ തിരിച്ചു വരുന്നു. ഞാൻ മരിച്ചെന്നോ? നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുന്നു, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ മറ്റു വല്ല ഡോക്ടർമാരുമുണ്ടോ? ഡോക്ടർ പറയുന്നു, വളരെ പേരുണ്ട്. അവരെല്ലാം പലതും പറഞ്ഞെന്നുമിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഇനി മറ്റൊരു രോഗം കണ്ടുപിടിക്കപ്പെടാനില്ല. നിങ്ങൾ മരിച്ചിരിക്കുന്നു. എങ്കിലും മറ്റൊരു ഡോക്ടറെ തിരഞ്ഞ് നിങ്ങൾ പോകുന്നു. നിങ്ങളെ കണ്ടയുടനെ ആ ഡോക്ടർ എഴുന്നേറ്റോടുകയാണ്. നിങ്ങൾ അന്തം വിടുന്നു. നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? ഡോക്ടർ പറയുന്നു, എന്തിനാണെന്നോ? ഞാൻ പ്രേതങ്ങളെ പരിശോധിക്കാറില്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയി. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകൂ, അല്ലെങ്കിൽ എൻക്വയറി സെന്ററിൽ ചെല്ലൂ. പ്രേതങ്ങളെ പരിശോധിക്കുന്ന ഡോക്ടർ എവിടെയാണെന്ന് അവിടെ അന്വേഷിച്ചാൽ മതി. നിങ്ങൾ പറയുന്നു, ദൈവമേ, പ്രേതങ്ങളെ പരിശോധിക്കുന്ന ഡോക്ടറോ? അങ്ങനെയുള്ളതായി ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. വേണ്ട, എവിടേക്കും പോകണ്ട. എല്ലാറ്റിലും നല്ലത് ഒരു പുരോഹിതനെ കാണുന്നതാണ്. അയാളോട് ചോദിക്കാം, നരകവും സ്വർഗവും എവിടെയാണ്? എനിക്കെങ്ങോട്ടാണ് പോകേണ്ടത്? അവിടുത്തെ അഡ്രസ്, ഫോൺ നമ്പർ. 30% ജനങ്ങൾ ഇത്തരക്കാരാണ്. ജലദോഷം തൊട്ട് മാറാവ്യാധികൾ വരെ സകല രോഗങ്ങളും ഇവർക്കാണ് പിടിപെടുന്നത്. ലോകത്തിലെ മിക്ക ഡോക്ടർമാരെയും ഇവർ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതല്ല അവർക്കുള്ള രോഗങ്ങളൊന്നും. ഭേദപ്പെടുത്തിയെന്നിരിക്കട്ടെ, ഉടനെ അവർ മറ്റൊരു രോഗവും കൊണ്ട് സമീപിക്കുകയായി. തന്മൂലം ഡോക്ടർമാർ തടിച്ചു കൊഴുക്കുന്നു എന്നല്ലാതെ രോഗങ്ങൾ എന്നേക്കുമായി മാറുന്ന പ്രശ്നമില്ല. അലോപ്പതി, ഹോമിയോ, നേച്ചറോപ്പതി, അക്യുപഞ്ചർ, ആയുർവേദം എന്നിങ്ങനെ അനേകം പതികളുണ്ട്. വിഭിന്ന രോഗങ്ങൾക്ക് ഇവയിലെല്ലാം ഓരോ ചികിത്സാവിധികളുമുണ്ട്. പക്ഷേ ഇതൊന്നും മിഥ്യാരോഗഭീരുക്കൾക്ക് ബാധകമല്ല. യഥാർത്ഥത്തിൽ 30% ജനങ്ങൾക്ക് നൽകേണ്ട ചികിത്സയും മരുന്നും വ്യത്യസ്തമാണ്. കാരണം അവരുടെ രോഗങ്ങൾ അവരുടെ തലച്ചോറിൽ നിന്നുണ്ടാകുന്നതാണ്. അവ അവരുടെ മിഥ്യാബോധങ്ങളാണ്. ശരീരശാസ്ത്രം കൊണ്ടോ ശരീരത്തിനുള്ള ചികിത്സ കൊണ്ടോ അവരുടെ രോഗങ്ങളെ ഭേദമാക്കാനാകില്ല. ഒരിക്കൽ അങ്ങനെ ഒരു മിഥ്യാബോധം നിങ്ങളിൽ ഉടലെടുത്തു തുടങ്ങിയാൽ പിന്നീട് നിങ്ങൾ അതിന്റെ ദുരിതവലയത്തിൽ കുടുങ്ങുന്നു. അനേകം മിഥ്യാരോഗഭീരുക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവർ നിലവിലുള്ള എല്ലാ ചികിത്സാവിധികളും തങ്ങൾക്കായി ആവശ്യപ്പെടുന്നു. എന്നിട്ടും അവരുടെ അവസ്ഥ പഴയത് തന്നെ. അവർക്കുള്ള രോഗങ്ങൾ വഴിതെറ്റിയ സങ്കല്പങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നവയാണ്. അതുകൊണ്ട് ഇവർക്കുള്ള ചികിത്സാവിധികളും സങ്കല്പാധിഷ്ഠിതമാകേണ്ടിയിരിക്കുന്നു. എപ്പോഴും അസംതൃപ്തിയും പരാതികളുമുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു ഓഷോയ്ക്ക്. ഒരു ദിവസം ഓഷോ അവനോട് പറഞ്ഞു, നീ 1 പിടി ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൊണ്ടുവരിക. അവ കൊണ്ടുവന്നപ്പോൾ ഗുരു പറഞ്ഞു, പകുതി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ചു നോക്കൂ.
ഉപ്പ് കാരണം അവന് അത് കുടിച്ചിറക്കാനായില്ല. ഗുരു അവനെയും കൂട്ടി തടാകത്തിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബാക്കി ഉപ്പ് ഇതിൽ കലക്കിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു നോക്കൂ. അങ്ങനെ ചെയ്ത ശേഷം അവൻ പറഞ്ഞു, ഇത് നല്ല വെള്ളമാണ്. ഗുരു പറഞ്ഞു, ഇടുങ്ങിയ പാത്രത്തിലെ ഇത്തിരി വെള്ളത്തെ അശുദ്ധമാക്കിയ ഉപ്പിന് വിശാലമായ തടാകത്തിൽ ഒന്നും ചെയ്യാനായില്ല. നിന്റെ മനസ്സ് വിശാലമാക്കൂ. ചെറിയ മനസ്സിൽ ചിതലരിച്ച കുറച്ച് വികാരങ്ങൾ മാത്രമേ കാണൂ. എന്തിനോടും പരിഭവിച്ച് എല്ലാറ്റിനുമെതിരെ പരാതി പറഞ്ഞ് ആ മനസ്സ് വിഷവിത്തുകൾ വിതറിക്കൊണ്ടിരിക്കും. എന്നാൽ ഹൃദയം വിശാലമാക്കിയവർ മറ്റുള്ളവരിലെ സാധ്യതകൾ കണ്ടെത്തും. കലത്തിൽ കലക്കിയ വിഷം കൊണ്ടുവന്ന് കടലിൽ കലക്കിയിട്ട് എന്ത് കാര്യം? അടിച്ചു കയറുന്ന ആദ്യ തിരയിൽ തന്നെ അതിന്റെ ഓരോ കണികയും അപ്രത്യക്ഷമാകും. എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും മുന്നിൽ പെട്ടെന്ന് കീഴടങ്ങുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, മനസ്സ് ചുരുങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പ്രശ്നങ്ങളും പോരായ്മകളും മാത്രമാണ് കണ്ണിൽപ്പെടുന്നതെങ്കിൽ കാഴ്ചയിൽ അസൂയ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് വായ തുറക്കുന്നതെങ്കിൽ കാതുകൾ പരദൂഷണം കേട്ട് മുരടിച്ചു പോയിട്ടുണ്ട്. പ്രശ്നങ്ങളെ അവഗണിക്കാനല്ല, ഓരോന്നിനും അതിൻ്റേതായ ഇടവും സമയവും നൽകിയാൽ മതി. 4-ാം വയസ്സിൽ കൈമുറിഞ്ഞതിന്റെ പേരിൽ 40-ാം വയസ്സിലും പരിഭവിക്കുന്നതെന്തിന്? മനസ്സൊന്നു വലുതാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും സ്വയം പരിഹരിക്കപ്പെടും. എല്ലാ ദുഃഖങ്ങളും സ്വയം ഇല്ലാതാകും. അമേരിക്കയിലെ ഒരു സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഓഷോ. സദസ്സിൽ നിന്നും ഒരു ചോദ്യമുയർന്നു. വേദങ്ങളും മതഗ്രന്ഥങ്ങളും പലപ്പോഴും സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില കഥകൾ പറയാറുണ്ട്. ഇവയൊക്കെ വളരെ പരിശുദ്ധമാണ്, ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ അനുയായികൾ വിശ്വസിച്ചു പോരുന്നു. അങ്ങയുടെ അഭിപ്രായം എന്താണ്? പുഞ്ചിരിച്ചുകൊണ്ട് ഓഷോ പറഞ്ഞു, ഞാനൊരു കഥ പറയാം. വളരെ പ്രസിദ്ധമായ ഒരു മതഗ്രന്ഥത്തിൽ നിന്നുള്ള കഥയാണ്. ലോകം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണിത്. നിങ്ങളിൽ പലരും ഇത് കേട്ടിരിക്കാം, വായിച്ചിരിക്കാം, ചർച്ചയും ചെയ്യപ്പെട്ടിരിക്കാം. കഥ ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ളത് എന്ന് ഞാൻ ആദ്യമേ പറയുന്നില്ല. കഥയ്ക്കിടയിൽ ഞാൻ അക്കാര്യം വ്യക്തമാക്കും. ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. പണ്ട് ഒരാൾ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നൊരു ഉഗ്രൻ മുരൾച്ച കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഭീമാകാരനായ ഒരു സിംഹം പിന്നിൽ ഓടിവരുന്നു. അയാൾ പ്രാണഭയം കൊണ്ട് ദിശയറിയാതെ ഓടി. പുറകെ സിംഹവും. ആത്മരക്ഷയ്ക്കായുള്ള ആ ഓട്ടത്തിനിടയിൽ അടിതെറ്റി ആ മനുഷ്യൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണു. ഭാഗ്യത്തിന് ഒരു വള്ളി കയ്യിൽ ചുറ്റി. ഹാവു! താഴേക്ക് പതിക്കാതെ അതിൽ പിടിച്ച് തൂങ്ങിയാടി. മനോധൈര്യം വീണ്ടെടുത്ത അയാൾ വെറുതെ താഴേക്ക് നോക്കി. ആഴമുള്ള പൊട്ടക്കിണർ, നിറയെ വിഷപ്പാമ്പുകൾ, ഇഴയുകയും പുളയുകയും ചെയ്യുന്നുണ്ടവ. രക്ഷപ്പെടാൻ എന്താണ് വഴി? മുകളിലേക്ക് നോക്കി. ആ സിംഹം മുരണ്ടുകൊണ്ട് കിണറ്റിന് ചുറ്റും നടക്കുന്നു. നിരാശനായി നെടുവീർപ്പിട്ട് ചുറ്റും നോക്കവേ അയാൾ ആ കാഴ്ച കണ്ടു നടുങ്ങി. താൻ ആത്മരക്ഷാർത്ഥം പിടിച്ചു തൂങ്ങിയ വള്ളി കറുപ്പും വെളുപ്പും നിറമുള്ള 2 എലികൾ കാർന്നു തിന്നുന്നു. എങ്ങനെ അവയെ ഓടിക്കും? മുകളിൽ വാ പിളർന്നു നിൽക്കുന്ന സിംഹം, താഴെ വിഷപ്പാമ്പുകളുടെ കൂട്ടം. ആകെയുള്ള പ്രതീക്ഷയാണ് എലികൾ കരണ്ട് തിന്നുന്നത്. എന്തു ചെയ്യും? പരിഭ്രമവും നിരാശയും അയാളെ കീഴടക്കി. തന്റെ വിധിയെ പഴിച്ച് നിലവിളിച്ചു. അപ്പോഴാണ് തണുപ്പുള്ള എന്തോ ഒന്ന് തലയിലേക്ക് ഇറ്റു വീണതായി അയാൾക്ക് അനുഭവപ്പെട്ടത്. അയാൾ നോക്കി. മേലെ ഒരു വൃക്ഷക്കൊമ്പിലുള്ള തേനീച്ചക്കൂട് പൊട്ടി തേൻ ഇറ്റിറ്റ് വീഴുകയാണ്. മെല്ലെ തല ഉയർത്തി നാവ് നീട്ടി ഇറ്റു വീഴുന്ന തേൻ അയാൾ നുണഞ്ഞു നോക്കി. എന്തൊരു സ്വാദ്! അയാൾ വീണ്ടും നാവു നീട്ടി നുണഞ്ഞു. സിംഹമോ വിഷപ്പാമ്പുകളോ എലികളോ രക്ഷപ്പെടാൻ എന്തു വഴി എന്ന ചിന്തയോ ഒന്നും അയാളെ അലട്ടിയില്ല. അയാൾ മതിമറന്ന് കണ്ണുമടച്ച് തേനിന്റെ രുചിയിൽ മാത്രം ലയിച്ചു. ഇമാം ഗസാലിയുടെ ഇഹ്യാഉ ഉലൂമുദ്ദീൻ എന്ന പ്രശസ്തമായ ആധ്യാത്മിക കൃതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സാങ്കല്പിക കഥയാണിത്. ഇത് യഥാർത്ഥ കഥയാണെന്ന് ഗസാലി ഇമാം അവകാശപ്പെട്ടിട്ടില്ല. അനുയായികൾ അങ്ങനെ ധരിക്കുന്നുവെങ്കിൽ ഇമാം എങ്ങനെ കുറ്റക്കാരനാകും? വളരെ ഭംഗിയായി ഒരു ജീവിത സത്യം അവതരിപ്പിക്കുവാൻ ഒരു കഥ ഉദാഹരണമായി പറയുകയാണ് ഇവിടെ. ആ സിംഹം നമ്മുടെ ആത്മാവ് പിടിക്കാൻ വരുന്ന മാലാഖിയാണ്. പിടിവള്ളി നമ്മുടെ ആയുസ്സും. ദിനരാത്രങ്ങളാണ് ആ എലികൾ. പൊട്ടക്കിണറാവട്ടെ നമ്മുടെ കുഴിമാടവും. രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത നശ്വരമായ ഒരിടവേളയാണ് നമ്മുടെ ജീവിതം.
നിങ്ങൾ ഓടി അകലുന്നത് ഏതൊരു മരണത്തിൽ നിന്നാണോ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എപ്പോൾ എവിടെ വെച്ച് മരണം പിടികൂടുമെന്ന് പ്രവചിക്കാൻ വയ്യ. അതിനാൽ ഒരു നാൾ മരണമുണ്ടെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. നശ്വരമായ സുഖങ്ങളിൽ ഭ്രമിച്ചിരിക്കാതെ കർമ്മനിരതനാവുക. എത്ര ചെറിയ സമയവും നമുക്ക് പ്രധാനമാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷയില്ലാത്തവന് ആത്മവിശ്വാസം നഷ്ടപ്പെടും. അതോടെ നമ്മുടെ പ്രതിരോധ ശക്തി ചോർന്നുപോകും. സയ്യിദുന അനസ് ഇബ്നു മാലിക് ഉദ്ധരിക്കുന്ന പ്രശസ്തമായ ഒരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം: ലോകാവസാനം വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളിൽ ഒരാളുടെ കൈവശം ഒരു ഈത്തപ്പനത്തൈ ഉണ്ടെങ്കിൽ അത് നടുക തന്നെയാണ് അയാൾ ചെയ്യേണ്ടത്. ഭൗതികാർത്ഥത്തിൽ ചിന്തിച്ചാൽ യാതൊരു നേട്ടവും അയാൾക്ക് കണക്ക് കൂട്ടാനുണ്ടാവില്ല. എന്നാലും പ്രതീക്ഷയും ആത്മധൈര്യവും കൈവിടാതെ സ്വധർമ്മം നിർവഹിക്കണമെന്നാണ് ഈ ഹദീസിന്റെ പാഠം. നേരു പറഞ്ഞാൽ പ്രതീക്ഷ നമ്മുടെ സൃഷ്ടിയാണ്. എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന ഒരു കുമിള. സോപ്പ് കുമിളയുണ്ടാക്കി കളിക്കുന്ന കുട്ടികൾ സൂര്യപ്രകാശത്തിൽ മഴവില്ല് പോലെ തിളങ്ങുന്ന കുമിളകൾ പാറി നടക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്നു. അവ തകരുമ്പോൾ വീണ്ടും കുമിളകൾ ഉണ്ടാക്കി വിടുന്നതല്ലാതെ ഒരു കുട്ടിയും പൊട്ടിയ കുമിളകളെക്കുറിച്ചോർത്ത് ദുഃഖിക്കാറേയില്ല. എല്ലാ കുട്ടികൾക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ വിവേകം പോലും കൂടുതൽ ലോകപരിചയമുണ്ടെന്ന് അഭിമാനിക്കാറുള്ള മുതിർന്ന പലരിലും കാണാറില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിച്ചിരിക്കരുത്. വിശ്വാസിയുടെ ശരിയായ പ്രതീക്ഷ പാരത്രിക ജീവിതത്തിലാവണം. എന്നാൽ ചിലത് കൈവിട്ടു പോകുമ്പോഴും തകരില്ല. തീർച്ചയായും പ്രയാസങ്ങൾക്ക് പുറകെയാണ് വിജയം വരിക. ഈ ഖുർആൻ വചനങ്ങളും ഗസാലിയുടെ കഥയും ഞാൻ ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാകുന്നില്ല. ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. എന്നാൽ എല്ലാ മതങ്ങളിലും സത്യമുണ്ട്. ഇവ ഓരോ സന്ദർഭങ്ങളിലും ഞാൻ ചോദ്യത്തിന് ഉത്തരമായി പറയാറുണ്ട്. ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ ഞാൻ ഒരു കഥ കൂടി പറയാം. കാളിദാസൻ തന്റെ അനേകം യാത്രകൾക്കിടയിൽ ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ് ചുറ്റും വെള്ളമന്വേഷിച്ചു. അകലെയല്ലാതെ ഒരു സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ട അദ്ദേഹം അവളുടെ പക്കൽ ചെന്ന് കുറച്ചു വെള്ളം ചോദിച്ചു. അവൾ വെള്ളം കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതിനു മുൻപ് ഒന്ന് പരിചയപ്പെടുത്തു അവൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം കരുതി ഒരു സാധാരണ ഗ്രാമീണ യുവതി കാളിദാസൻ ആരാണെന്ന് അറിയേണ്ടതില്ല. ഞാനൊരു വഴിയാത്രക്കാരൻ മാത്രം, അദ്ദേഹം പറഞ്ഞു. ഈ ലോകത്തിൽ ആകെ 2 യാത്രക്കാരേ ഉള്ളൂ, സൂര്യനും ചന്ദ്രനും. രണ്ടും നിത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ താങ്കൾ ആരാണ്? യുവതി ചോദിച്ചു. ശരി, എങ്കിൽ ഞാനൊരു അതിഥിയാണ്, കാളിദാസൻ പറഞ്ഞു. യുവത്വവും സമ്പത്തുമാണ് ഈ ഭൂമിയിലെ 2 അതിഥികൾ. രണ്ടും ശാശ്വതയെ മാത്രം നമുക്ക് അതിഥികൾ എന്ന് വിളിക്കാം. എങ്കിൽ ഞാൻ സഹനശീലനായ ഒരു വ്യക്തിയെന്ന് കാളിദാസൻ. യുവതി: ഈ ഭൂമിയിൽ സഹനശീലരായി 2 പേരേയുള്ളൂ. ഒന്നാമത്തേത് ഭൂമി, രണ്ടാമത്തേത് വൃക്ഷം. നിങ്ങൾ ഭൂമിയെ എത്ര ചവിട്ടി നോവിച്ചാലും മരത്തിൽ എത്ര കല്ലെറിഞ്ഞാലും അവ സഹിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ നിലനിർത്തുവാനുള്ള ഫലങ്ങളും ധാന്യവും അവ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കാളിദാസൻ ആകെ അമ്പരന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: എന്നാൽ ഞാനൊരു മർക്കട മുഷ്ടിയാണ്, ഒരു ദുർവാശിക്കാരൻ. അങ്ങനെ ദുശാഠ്യമുള്ള 2 വസ്തുക്കളെയുള്ളൂ, നഖവും മുടിയും. രണ്ടും എത്ര വെട്ടിയാലും വളർന്നുകൊണ്ടിരിക്കും. യുവതി പറഞ്ഞു. ഇത്രയും സമയം ശാന്തത കൈവിടാതിരുന്ന കാളിദാസന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാനൊരു വിഡ്ഢിയാണ്. അപ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, 2 വിഡ്ഢികൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, അറിവില്ലാതെ ഭരിക്കുന്ന രാജാവും അതുപോലൊരു നിർഗുണനായ രാജാവിന് സ്തുതി പാടുന്ന മന്ത്രിയും. കാളിദാസന് മനസ്സിലായി അവൾ തന്നെ സാമർഥ്യത്തിലും ബുദ്ധിയിലും പുറകിലാക്കിയെന്ന്. അദ്ദേഹം അവളുടെ കാൽക്കൽ വീണു. തല ഉയർത്തി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് സരസ്വതി ദേവി മുന്നിൽ നിൽക്കുന്നതാണ്. അറിവിന്റെയും ബുദ്ധിയുടെയും ദേവി കാളിദാസനോട് പറഞ്ഞു, കാളിദാസ, നീ ബുദ്ധിമാനാണ്. എങ്കിലും നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നീ ഒരു മനുഷ്യനാകുന്നുള്ളൂ. ആത്മജ്ഞാനമില്ലാത്തവൻ ഒരിക്കലും മനുഷ്യത്വത്തിന്റെ
പരമകാഷ്ഠ പ്രാപിക്കുന്നില്ല. ഈ കഥ പറഞ്ഞതിന് ശേഷം ഓഷോ ഇപ്രകാരം ഒഴിഞ്ഞു: ഇവിടെ ദേവി വേഷം മാറി വന്നോ, അതോ കാളിദാസന് തോന്നിയ ഒരു ഭ്രമമോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഒരാശയം അവതരിപ്പിക്കുവാൻ ഒരു കഥ. കുട്ടികളെ ആദ്യം മനുഷ്യരാകാൻ പഠിപ്പിക്കണം. സ്വയം തിരിച്ചറിഞ്ഞാലേ അവർ നന്മയുള്ളവരാകൂ. സമ്പന്നരാകാനും പണം സമ്പാദിക്കാനും മറ്റുള്ളവരെ തോൽപ്പിച്ചു മുന്നേറാനും മാത്രം പഠിപ്പിക്കുമ്പോൾ അവർ സ്വാർത്ഥരും മനുഷ്യർക്ക് പ്രയോജനമില്ലാത്തവരുമായി മാറും. ഓഷോയോട് ഒരു ശിഷ്യ ചോദിച്ചു, പലരും അല്പന്മാരായി മാറുന്നതെന്തുകൊണ്ട്? ഈ അല്പത്തരം കൊണ്ട് അവർക്കോ സമൂഹത്തിനോ എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടാകാറുണ്ടോ? ഓഷോ പറഞ്ഞു, വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ചോദ്യത്തിന് വളരെയധികം അർത്ഥതലങ്ങളാണുള്ളത്. ചിലരുടെ അല്പത്തരങ്ങൾ കണ്ട് ചിരിച്ചു തള്ളുകയാണ് പലരും ചെയ്യാറുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ അത് അപകടകരമായി മാറാറുമുണ്ട്. ഗ്രാമത്തിൽ ഒരു വൃദ്ധയ്ക്ക് ഒരു പൂവൻകോഴി ഉണ്ടായിരുന്നു. ഈ പൂവൻകോഴിയുടെ കൂകൽ കേട്ടാണ് ഗ്രാമത്തിലെ ജനങ്ങൾ നേരം പുലരാറായി എന്ന് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പോലെ ഘടികാരം അത്ര പ്രചാരത്തിൽ ആയിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ആ വയോധിക ഒരു കാര്യം തിരിച്ചറിഞ്ഞു: തന്റെ പൂവൻകോഴി കൂവുന്നതുകൊണ്ടാണ് എന്നും സൂര്യൻ ഉദിക്കുന്നത്. ഒരിക്കൽ അയൽക്കാരുമായി വഴക്കുണ്ടാക്കിയ അവർ തന്റെ കോഴിയുമായി ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് പോയി. പിറ്റേന്ന് അവർക്ക് സന്തോഷമായി. തന്റെ പുതിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചു. പഴയ ഗ്രാമം ഇരുട്ടിലായിരിക്കുമെന്ന് അവർ കരുതി. തന്നെ വിളിച്ചുകൊണ്ടുപോകാൻ അന്നാട്ടുകാർ എത്തുമെന്ന് അവർ കരുതിയെങ്കിലും ആരും വന്നില്ല. പുതിയ നാട്ടിൽ സൂര്യൻ ഉദിച്ചതുകൊണ്ട് ഈ നാട്ടുകാരെങ്കിലും തന്നെ തിരക്കി വരുമെന്നും സ്വന്തം നാട്ടിൽ കിട്ടാത്ത ആദരവും അംഗീകാരവും മറുനാട്ടിൽ നിന്ന് ലഭിക്കുമെന്നും അവർ കരുതി. പക്ഷേ ആ വൃദ്ധയെ ആരും ശ്രദ്ധിച്ചില്ല. നാട്ടുകാരുടെ ഗർവിനെയും മണ്ടത്തരത്തെയും കുറ്റപ്പെടുത്തി വയോധിക പിന്നീടുള്ള കാലം ഏകാന്തമായി ജീവിച്ചു. പട്ടിണി കിടന്ന് ചികിത്സ കിട്ടാതെ മരിച്ചു. ശവം ചീഞ്ഞ് നാറ്റം വന്നപ്പോഴാണ് പരിസരവാസികൾ കാര്യമറിയുന്നത്. അഹങ്കാരം പോലെ തന്നെ ആപത്താണ് അബദ്ധധാരണകളും. ഞാൻ മൂലമല്ല ഞാൻ പോലും ഉണ്ടായത് എന്ന തിരിച്ചറിവിന് പകരം ഞാനാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന ഭാവത്തോടെ ജീവിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങളുടെ ഉണർവ് പോലും നഷ്ടപ്പെടും. 6-ാം വയസ്സിൽ ലഭിക്കേണ്ട അറിവും വിവേകവും 60-ാം വയസ്സിലും നേടിയിട്ടില്ലെങ്കിൽ സഞ്ചരിച്ച വഴികളുടെയും കടന്നുപോയ അനുഭവങ്ങളുടെയും പ്രസക്തി എന്തായിരുന്നു? സ്വന്തം അനിവാര്യതയെ മാത്രം ധ്യാന വിഷയമാക്കുന്നവർക്ക് സ്വന്തമായി ആരുമുണ്ടാകില്ല. ഒന്നിനും അതിനാൽ തന്നെ നിലനിൽപ്പില്ല. കോഴി കൂവുന്നതാണ് പ്രഭാതത്തിന്റെ സൗന്ദര്യം. സായാഹ്നത്തിലെയോ മധ്യാഹ്നത്തിലെയോ ശബ്ദങ്ങൾക്ക് പുലർക്കാലത്തിന്റെ ഉണർവും ഊർജവും നൽകാനാവില്ല. ഓരോ കാലഘട്ടത്തിലും ജീവിതത്തെ ത്രസിപ്പിക്കേണ്ടത് വളർച്ചയ്ക്കനുസരിച്ചുള്ള അറിവും ആത്മബോധവും കൊണ്ടാവണം. കണ്ണടച്ചുകൊണ്ട് കാതടച്ച് കേട്ട് വായടച്ച് രുചിയറിഞ്ഞു നടക്കുന്നവർ അജ്ഞതയുടെയും അവിവേകത്തിന്റെയും ആൾരൂപങ്ങളായിരിക്കും. വളർന്ന ഒരു പരിസരവും ജ്ഞാനസമ്പാദനത്തിനോ മനോഭാവ രൂപീകരണത്തിനോ കാരണമായിട്ടില്ലെങ്കിൽ എല്ലാം നിഷേധിച്ചുള്ള ഒരു വളർച്ചയായിരുന്നു അത്. അകലങ്ങളിലുള്ള അറിവും ആനന്ദവുമാണ് എല്ലാവർക്കും താല്പര്യം. തെറ്റില്ല, പക്ഷേ അടുത്തുള്ളവയെ അവഗണിച്ചിട്ടാകരുതെന്നു മാത്രം. അവനവന്റെ അങ്കണത്തിൽ നിന്ന് ഒന്നും പഠിക്കാത്തവർ അന്യദേശത്തു നിന്ന് എന്തു നേടാനാണ്? പരമമായ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? ഓഷോയുടെ ശിഷ്യൻ ചോദിച്ചു. പരമമായ തടവറയാണ് നാം പലപ്പോഴും പരമമായ സ്വാതന്ത്ര്യമായി തെറ്റിദ്ധരിക്കുന്നത്. രാജകുമാരിക്ക് പിറന്നാൾ സമ്മാനമായി ലഭിച്ചത് തത്തയെയാണ്. നല്ല കൂടും ധാരാളം ഭക്ഷണവും നൽകിയെങ്കിലും ആദ്യമൊന്നും തത്തമ്മ പ്രതികരിച്ചതേയില്ല. രാജകുമാരിയുടെ നിരന്തര ശ്രമഫലമായി ദിവസങ്ങൾക്ക് ശേഷം അത് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും തുടങ്ങി. അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം രാജകുമാരി അസുഖം പിടിച്ച് കിടപ്പിലായി. അപ്പോഴാണ് തത്തമ്മയുടെ അവസ്ഥ കുമാരിക്ക് മനസ്സിലായത്. അതിനെ തുറന്നുവിടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ തത്ത പോകാൻ തയ്യാറായില്ല. അത് കുമാരിയുടെ മുറിയിൽ തന്നെ കഴിഞ്ഞു. കരുതലിന്റെയും കാരുണ്യത്തിന്റെയും പേരിൽ കൂട്ടിലടയ്ക്കപ്പെടുന്ന ഓരോ ജീവിയും അവരന്റെ കാഴ്ചാസുഖത്തിന്റെ ഇരയാണ്. ഒരാളെ തകർക്കാനുള്ള എളുപ്പമാർഗം അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തി അയാൾ പോലും അറിയാതെ അയാൾക്ക് തടവറ ഒരുക്കുകയാണ്. കൂടിനകത്ത് ഇടുന്നവരെല്ലാം സംരക്ഷകരല്ല. ചിലരെങ്കിലും സമ്പാദകരാണ്, പ്രദർശിപ്പിച്ചു പണം സമ്പാദിക്കുന്നവർ.
സ്വയം സൃഷ്ടിച്ച കൂടുകൾക്കുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നിബന്ധനകൾ മുൻനിർത്തിയുള്ള ബന്ധങ്ങളും സ്വന്തം ഇഷ്ടങ്ങളിലൂടെ മാത്രം നയിക്കുന്നതും കൂടൊരുക്കുന്നവരുടെ സവിശേഷതകളാണ്. അകപ്പെട്ടുപോയ ആവാസവ്യവസ്ഥയിലാണോ അർഹിക്കുന്ന ആവാസവ്യവസ്ഥയിലാണോ ജീവിക്കുന്നത് പരിശോധിക്കണം. ആഗ്രഹിക്കാത്ത അവസ്ഥകളോടും വ്യവസ്ഥകളോടും ആദ്യ കാലഘട്ടങ്ങളിൽ പുലർത്തുന്ന അനിഷ്ടം പിന്നീട് അടിമത്തമായി മാറും. ആരാണെന്നും ആരായിത്തീരാൻ ശേഷിയുണ്ടെന്നും തിരിച്ചറിയാതെ ആരുമല്ലാതെ അവസാനിക്കും. കൂടിനുള്ളിൽ കിടക്കുമ്പോൾ ലഭിക്കുന്ന കയ്യടികളും കായികനികളും പ്രോത്സാഹനങ്ങളല്ല, ആത്മബോധവും പരിണാമസാധ്യതയും പണയം വെച്ചതിനുള്ള കൈക്കൂലിയാണ്. യഥാർത്ഥ പ്രോത്സാഹനങ്ങൾ തടവറകളിൽ നിന്ന് പുറത്തുകടക്കാനുള്ള ആവേശം പകരും. എത്ര കാലം സുഖമായി ജീവിച്ചു എന്നതിനേക്കാൾ എത്ര അർത്ഥവത്തായി ജീവിച്ചു എന്നതാണ് പ്രധാനം. ജീവനുള്ളപ്പോഴും മൃതമായി ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ഗതികേടെന്താണ്? അംഗീകാരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? എന്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ താങ്കൾ പരിഗണിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ ശിഷ്യന്മാർ ക്രൂശിത മരണം വരെ അങ്ങയെ അറിയുന്നില്ല? താങ്കൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു. നിങ്ങളിൽ ഗുരു അംഗീകരിക്കപ്പെടുന്നത് നിങ്ങളുടെ ബോധത്തിന്റെ, ജ്ഞാനത്തിന്റെ വികാസത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. പതുക്കെ നിങ്ങൾ നിദ്രയെ വിട്ടുണരുമ്പോൾ, നിറപ്പകിട്ടാർന്ന സ്വപ്നങ്ങളിൽ നിന്നും നിങ്ങൾ വിടുതി നേടുമ്പോൾ, ചിന്തകളുടെ കെട്ടുപാടിൽ നിന്നകലുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ശാന്തി കണ്ടെത്തുന്നു. നിങ്ങൾ ഗുരുവിനെ അറിയുന്നതും അപ്പോഴാണ്. എന്തെന്നാൽ ഗുരു ശാന്തിയാണ്, ഗുരു ജ്ഞാനമാണ്, ഗുരു സ്നേഹമാണ്, ഗുരു സാന്നിധ്യമാണ്, അല്ലാതെ വ്യക്തിയല്ല. പരിപൂർണ സിദ്ധിക്ക് ശേഷം വ്യക്തി അവിടെ പ്രാധാന്യമർഹിക്കുന്നില്ല. അയാൾ മരിച്ചു വീഴുന്നു. പക്ഷേ ആ സാന്നിധ്യമുണ്ടായിരിക്കും. അതിനാണ് പ്രസക്തിയും. തന്മൂലം സ്നേഹം, ദയ, ജ്ഞാനം, ബോധം എന്നീ ഗുണങ്ങൾ നിങ്ങളിൽ ഉയിരേൽക്കുകയായി. ഒരു പുതുകവാടം തുറക്കപ്പെടും പോലെ. അതിനർത്ഥം നിങ്ങൾ പരിപൂർണതയിലേക്ക് ഉണർത്തപ്പെട്ടു എന്നല്ല. നിങ്ങൾക്കപ്പോൾ തിരിച്ചറിവ് ലഭിക്കുന്നു. നിങ്ങൾ പതുക്കെ അംഗീകരിച്ചു തുടങ്ങുന്നു. പക്ഷേ അംഗീകാരം അപ്പോൾ നിഷ്ഫലമായിരിക്കും. അറിവില്ലായ്മയുടെ പാതയിലായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അംഗീകാരത്തിന്റെ ആവശ്യം നേരിടുന്നത്. നിങ്ങളവിടെ ഏതെങ്കിലും ദാർശനിക മുൻവിധിയുടെ കെണിയിൽപ്പെട്ട് മന്ദീഭവിച്ചു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ സംശയങ്ങളുടെ കരിനിഴലിൽപ്പെട്ട് തപ്പിത്തടയുകയാവാം. ഗുരു നിങ്ങളിൽ അംഗീകരിക്കപ്പെടുമ്പോൾ സംശയങ്ങളുടെ ഈ നൂലാമാലകളിൽ നിന്ന് നിങ്ങൾ മുക്തി നേടുന്നു. അനിശ്ചിതത്വങ്ങളുടെ ഉയർച്ചയുടെയും താഴ്ചയുടെയും പടവുകളുടെ കെണിയിൽ നിന്നും നിങ്ങൾ രക്ഷ നേടുന്നു. ഗുരുവിലുള്ള അംഗീകാരം നിങ്ങളെ യഥാർത്ഥ പാതയിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു. ഒടുവിൽ നിങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. സാക്ഷാത്കാരം ഏവർക്കും സാധ്യമാണ്. നിങ്ങൾക്കത് എന്തുകൊണ്ട് സാധ്യമാവുന്നില്ലെന്നുള്ളതിന് ഒരു കാരണം കണ്ടെത്താനായില്ല. പരിപൂർണ സിദ്ധിക്കുള്ള സാധ്യത എല്ലാവരിലും ഒരുപോലെയാണ്. അങ്ങനെ വരുന്നതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. ഒരു യഥാർത്ഥ സിദ്ധനെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാകൂ. അല്ലാത്തവൻ ഉത്കർഷേച്ഛയ്ക്കോ അപകർഷേച്ഛയ്ക്കോ വിധേയനായിരിക്കും. അവനെന്നും മുൻപന്തിയിലെത്താൻ, ആദ്യ പങ്ക് കിട്ടാൻ, പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും ഉന്നതങ്ങളിലേക്കുയരാൻ മത്സരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ഇതുകൊണ്ടൊന്നും ഉണർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നേഹത്തിന്റെ നിങ്ങളതിനെ അമൂർത്തമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. അപരിമേന്മയാനന്ദം നുകർന്നില്ലെങ്കിൽ പിന്നെ ഗുരുവിന് ഒരൊറ്റ മാർഗമേയുള്ളൂ. അത് കുരിശിലേക്കുള്ളതാണ്. അത് നിങ്ങളെ ഉണർത്തുന്നു, ഒരൊറ്റ നിമിഷനേരത്തേക്കാണെങ്കിൽ പോലും. ഗുരു കുരിശിലേറിയാൽ നിങ്ങളിൽ ഒരു നഷ്ടബോധം കുതിച്ചുയരുന്നു. ഇതുവരെ ഗുരു ഉണർന്നിരിക്കെ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഇപ്പോൾ ഗുരു മറഞ്ഞുപോയിരിക്കുന്നു. നിങ്ങൾ ഗുരുവിനെ കാണുന്നില്ല. ഈ ഉൾക്കിടിലം ഒരു പ്രത്യേക നിമിഷനേരത്തേക്ക് നിങ്ങളെ ഉണർത്തുന്നു. കൂരിരുട്ടിൽ പടർന്ന പുതുവെളിച്ചം പോലെ നിങ്ങൾ ഞെട്ടി ഉണരുന്നു. ആ വെളിച്ചത്തിൽ നിങ്ങൾ സർവവും കാണുന്നു. എനിക്കറിയാം, നിങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഗുരു കുരിശിലേറ്റപ്പെട്ടുവെന്ന ചിന്ത നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുവെന്ന്. പക്ഷേ ഒന്നോർക്കുക, ചരിത്രത്തിൽ ഗുരു കുരിശിലേറ്റപ്പെട്ടതിന് യഥാർത്ഥ ഉത്തരവാദികൾ ശിഷ്യന്മാരായിരുന്നു. ക്രിസ്തുവിന്റെ കാര്യത്തിലും. ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടിട്ടും കഴിഞ്ഞ 2000 വർഷങ്ങളായി ക്രിസ്ത്യാനികൾ ഇത് ചർച്ച ചെയ്തിരുന്നില്ല. ഗ്രീസിൽ സോക്രട്ടീസിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ജൂതരുടേത് ഒരു ചെറിയ രാഷ്ട്രമായിരുന്നു. നിങ്ങൾക്കവിടെ നിന്നും ഏത് നിമിഷവും രക്ഷ നേടാം. കൂടാതെ അവർക്കൊന്നും നേരിട്ട് ചെയ്തുകൂടാ. എല്ലാം റോമാ ചക്രവർത്തിയുടെ അടിമത്തത്തിന് കീഴിൽ നിന്നുകൊണ്ടു മാത്രം. അതുകൊണ്ടവർക്ക് റോമാ ചക്രവർത്തിയിൽ സ്വാധീനം ചെലുത്തേണ്ടിയിരുന്നു. എങ്കിലേ ക്രിസ്തുവിന്റെ കാര്യത്തിൽ അവർക്കെന്തെങ്കിലും ചെയ്യാനാവുമായിരുന്നുള്ളൂ. ക്രിസ്തു ജെറുസലേമിൽ പോവുകയാണെങ്കിൽ
നിശ്ചയമായും പിടിക്കപ്പെടുമെന്ന സത്യം അന്നേവർക്കും അറിവുള്ളതുമാണ്. പിന്നെ എന്തിന് അദ്ദേഹം പോയി? ക്രിസ്തുവിനെ സംബന്ധിച്ച് ജെറുസലേമിൽ പോവേണ്ടിയിരുന്നതായി യാതൊരു ആവശ്യവുമില്ല. ഏതൊരു സാമാന്യ ബുദ്ധിക്കും അത് തിരിച്ചറിയാവുന്നതേയുള്ളൂ. ക്രിസ്തുവിനെതിരെ യാഥാസ്ഥിതികരായ ജൂതന്മാർ സംഘടിക്കുകയായിരുന്നു. അദ്ദേഹം ജെറുസലേമിൽ എത്തിച്ചേരുകയാണെങ്കിൽ അവർ പീലാത്തോസിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കും. അതായിരുന്നു എങ്ങും ശ്രുതി. പക്ഷേ ക്രിസ്തു അങ്ങനെ പോയിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അവർക്കൊന്നും ചെയ്യാനാവുമായിരുന്നില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും ക്രിസ്തു എന്തിനു പോകണമെന്ന് നിർബന്ധം പിടിച്ചു? ജോർജ് ഗർജീഫ് പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. ജൂദാസ് സത്യത്തിൽ ക്രിസ്തുവിന്റെ ശത്രുവല്ല. അന്ന് തിരുവത്താഴത്തിൽ അവൻ പങ്കെടുത്തിരുന്നത് മറ്റൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല. വെറുതെ ക്രിസ്തുവിനോടുള്ള സ്നേഹാദരവ് കൊണ്ട് മാത്രം. ക്രിസ്തുവാണ് ജൂദായെ തന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ശത്രുവിന് നൽകാൻ പറഞ്ഞയക്കുന്നത്. അവനത് അനുസരിക്കേണ്ടി വന്നു. എത്ര പ്രയാസകരമായിരുന്നിട്ടും അവന് സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വന്നു. യേശു കുരിശുമരണം വരിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് അതൊരു വലിയ ആഘാതമായി മാറി. യേശുവിനെ തള്ളിപ്പറയാൻ പോലും ചിലരൊക്കെ തയ്യാറായി. എന്നാൽ സമൂഹ മനസാക്ഷി ഉണർന്നു. യേശു എന്തു തെറ്റു ചെയ്തു? എന്തിന് അദ്ദേഹത്തെ കുരിശിലേറ്റി? ഈ ചോദ്യം സമൂഹം ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് അതൊരു പ്രവാഹമായി മാറി. യേശുവിനെ എതിർത്തവർ യേശുവിന്റെ അനുയായികളായി മാറി, പ്രചാരകരായി മാറി. ഇതേ സംഭവം തന്നെ എബ്രഹാം ലിങ്കന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ലിങ്കൺ അടിമത്തം നിരോധിച്ച് ഉത്തരവിറക്കിയെങ്കിലും അമേരിക്കയിൽ അടിമ സമ്പ്രദായം പിന്നെയും വർഷങ്ങളോളം നീണ്ടുനിന്നു. പക്ഷേ എബ്രഹാം ലിങ്കന്റെ രക്തസാക്ഷിത്വം ചർച്ച ചെയ്യപ്പെട്ടു. അമേരിക്കയിലെ പല പ്രസിഡന്റുമാരിൽ ഒരാളായി തീരേണ്ട എബ്രഹാം ലിങ്കൺ മഹാനായി. ആദ്യം എബ്രഹാം ലിങ്കനെ മഹാനായി അവതരിപ്പിച്ചത് അമേരിക്കക്കാരല്ല, മറ്റു രാജ്യക്കാരാണ്. പിന്നീട് അമേരിക്ക ക്രെഡിറ്റ് ഏറ്റെടുത്തു. ഇങ്ങനെ സമൂഹത്തിന് ഏൽക്കുന്ന ഒരു പ്രഹരം അവരുടെ ചിന്താശേഷിയെ ഉണർത്തും. അത് വലിയ മാറ്റത്തിന് തുടക്കമാവും. ഒരിക്കൽ ഒരു ശിഷ്യൻ ഓഷോയോട് ചോദിച്ചു, ചിലപ്പോഴൊക്കെ വലിയ ആളുകളുടെ ഉപദേശങ്ങൾ വിപരീതമായി ഫലങ്ങൾ ഉളവാക്കുന്നു. എന്താണ് ഗുരുവിന്റെ അഭിപ്രായം? ശരിയാണ്. ഒരു വലിയ സന്യാസി മതപ്രഭാഷണം നടത്തുകയായിരുന്നു. ആ സംഘത്തിൽപ്പെട്ട ഒരു ധനിക സ്ത്രീ തന്റെ കൊച്ചുമകനുമൊത്ത് സന്യാസിക്ക് മുന്നിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. കുട്ടി അമ്മയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് മൂത്രമൊഴിക്കണം. അതുകേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. സന്യാസി ദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങവെയാണ് കുട്ടിയുടെ ഈ ശബ്ദവും ആളുകളുടെ പൊട്ടിച്ചിരിയും ഉണ്ടായത്. അത് കേട്ട് അയാൾക്ക് അല്പം വൈക്ലഭ്യം തോന്നി. പ്രഭാഷണം കഴിഞ്ഞ് ആ വിഡ്ഢിയായ സന്യാസി സ്ത്രീയെ തന്റെ അരികിൽ വിളിച്ചു വരുത്തി പറഞ്ഞു, കുട്ടിയെ നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രഭാഷണം നടക്കുമ്പോൾ അത്തരം വാക്കുകൾ. അതുകേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചില്ലേ? ഞാൻ വല്ലാതെ മ്ലേച്ഛനായി. നിങ്ങൾ ദൂരേക്ക് മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും അവൻ വീണ്ടും ശല്യപ്പെടുത്തുന്നു. എന്നിട്ട് അമ്മേ, അവന് മൂത്രമൊഴിക്കാൻ പറയേണ്ടിയിരുന്നില്ല. അത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൂടാത്ത സാഹചര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ അവനെ പഠിപ്പിക്കണം. സ്ത്രീ ചോദിച്ചു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അയാൾ പറഞ്ഞു, മൂത്രമൊഴിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, അമ്മേ, എനിക്ക് പാടണം. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. നിങ്ങൾക്ക് വേഗം തിരിച്ചറിയുകയും ചെയ്യാം. ഒരു തരം കോഡ് ഭാഷ പോലെ. അത് കേട്ട് നിങ്ങൾക്കവനെ ഉടനെ പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. സ്ത്രീ പറഞ്ഞു, ഞാൻ ശ്രമിച്ചു നോക്കാം. 6 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം സന്യാസി ആ സ്ത്രീയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അന്ന് രാത്രി അവൾക്കും ഭർത്താവിനും ഏതോ മരിച്ച ബന്ധുവിന്റെ വീട്ടിൽ പോകേണ്ടി വന്നു. അവൾ കുട്ടിയെ സന്യാസിക്കരികിൽ നിർത്തിയിട്ട് പറഞ്ഞു, താങ്കൾ അവനെ കൂടെ കിടക്കാൻ അനുവദിക്കണം. ഞങ്ങൾക്കത് വളരെ സഹായകരമാവും. ഞങ്ങൾ ഉടനെ തിരിച്ചു വന്നുകൊള്ളാം. സന്യാസി പറഞ്ഞു, എനിക്കു പ്രശ്നമൊന്നുമില്ല, ഇവിടെ എന്റെ കൂടെ കിടക്കട്ടെ. പക്ഷേ അവിടെ പ്രശ്നമുണ്ടായിരുന്നു. വെറും അരമണിക്കൂറിന് ശേഷം കുട്ടി സന്യാസിയോട് പറഞ്ഞു, സ്വാമിജി, എനിക്ക് പാടണം. ആ വൃദ്ധൻ വളരെ ക്ഷീണിതനായിരുന്നു. അന്ന് മുഴുവൻ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് അയാൾ അവശനായിരുന്നു. അയാൾക്ക് ഒന്ന് ഉറങ്ങേണ്ടതായുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, വിഡ്ഢിത്തം പുലമ്പാതെ കിടന്നുറങ്ങൂ. ഇത് പാട്ടുപാടേണ്ട സമയമല്ല. രാവിലെ എഴുന്നേറ്റ് പാടിയാൽ മതി. കുട്ടി വല്ലാതെ പരിഭ്രമിച്ചുപോയി. അവൻ തനിച്ചാണ്. അവന്റെ അച്ഛനും അമ്മയും എങ്ങോ പോയിരിക്കുന്നു. ഇപ്പോൾ അരികിലുള്ള മനുഷ്യൻ. അവൻ സന്യാസിയെ വളരെ സ്നേഹപൂർവ്വം നോക്കി. പക്ഷേ
അയാളുടെ മുഖം വളരെ പരുക്കനായിരുന്നു. അത് കണ്ടപ്പോൾ അവന് വീണ്ടും ഏകാന്തതാബോധമുണ്ടായി. എങ്കിലും അവൻ പിന്തിരിഞ്ഞില്ല. അവന് മൂത്രമൊഴിക്കേണ്ടതുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, സ്വാമിജി. സ്വാമിജി പറഞ്ഞു, വീണ്ടും തുടങ്ങി. നീ എന്നെ ഉറങ്ങാൻ അനുവദിക്കില്ലെന്നാണോ? അവൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ പാടാൻ അനുവദിക്കാത്ത പക്ഷം ഞാൻ നിങ്ങളെ ഉറങ്ങാനും വിടില്ല. എനിക്ക് പാടാതെ ഉറങ്ങാനാവില്ല. അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. നീ പാടാൻ വേണ്ടി ജനിച്ചവനാണെന്ന് തോന്നുന്നു. പാട്ടുപാടാതെ നിനക്കുറങ്ങാനാവില്ലേ? കുട്ടി പറഞ്ഞു, ഇല്ല. അയാൾ പറഞ്ഞു, നോക്കൂ, നീ പാടിയാൽ അയൽ വീട്ടുകാർ എന്തു കരുതും? പ്രത്യേകിച്ച് ഈ അർദ്ധരാത്രിയിൽ. നിന്റെ അമ്മയും അച്ഛനും ഇപ്പോൾ വരും. അവർ വന്നിട്ട് വേണമെങ്കിൽ നീ എന്തും ചെയ്തുകൊള്ളൂ. പക്ഷേ ഇപ്പോൾ എന്നെ ശല്യം ചെയ്യരുത്. എനിക്ക് വാർദ്ധക്യവും ക്ഷീണവുമാണ്. കുട്ടി പറഞ്ഞു, നിങ്ങൾ വൃദ്ധനായിരിക്കാം, ക്ഷീണിതനായിരിക്കാം. എനിക്ക് അതൊന്നുമില്ലെങ്കിലും ഒന്ന് പാടുന്നത് കൊണ്ടെന്താണ്? എല്ലാ ദിവസവും ഞാൻ ഈ നേരത്ത് പാടാറുണ്ട്. കാര്യമിങ്ങനെ തുടർന്നാലാവില്ലെന്ന് സന്യാസിക്ക് തോന്നി. അയാൾ പറഞ്ഞു, മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്നും അടി കിട്ടും. പാടുക പാടുക. വേഗം ഉറങ്ങാൻ നോക്ക്. പക്ഷെ കുട്ടിക്ക് എങ്ങനെ ഉറങ്ങാനാവും? കുറച്ചുനേരം അവൻ മിണ്ടാതെ കണ്ണുമടച്ചു കിടന്നു. എന്നിട്ട് വീണ്ടും മെല്ലെ തല ഉയർത്തിക്കൊണ്ട്, നിങ്ങൾ എന്നെ അനുവദിച്ചില്ലെങ്കിൽ അത് അതിന്റെ നിലയിൽ സ്വയം പാടാൻ പോവുകയാണ്. സ്വാമിജിക്ക് അവൻ പറഞ്ഞത് മനസ്സിലായില്ല. അയാൾ ആശ്ചര്യപ്പെട്ടു. അത് സ്വയം പാടാൻ പോകുന്നെന്നോ? അതെ, അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിനി പിടിച്ചു നിൽക്കാനാവുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ സ്വാമി പറഞ്ഞു, ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിൽ ശരി, പാടിക്കോ. പക്ഷേ പതുക്കെ മതി. എന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ മതി. കുട്ടി പറഞ്ഞു, ഓ, അതെല്ലാം ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് ചൂടുണ്ടാവും. സന്യാസി പറഞ്ഞു, നീ എന്തൊരു പടുവിഡിത്തമാണ് പറയുന്നത്. പാട്ടിന് ചൂടുണ്ടാവുകയോ? കുട്ടി പറഞ്ഞു, എനിക്കറിയാം. ഞാൻ ദിവസവും പാടാറുള്ളതാണ്. ഒരുപക്ഷെ വയസ്സായതിനാൽ നിങ്ങളുടേത് തണുത്തിട്ടുണ്ടാകാം. എന്റേത് നല്ല ചൂടുള്ളതാണ്. ഇതാ കണ്ടോളൂ, അപ്പോൾ മനസ്സിലാകും. സ്വാമി തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട. ചൂടാക്കിയിട്ടോ തണുപ്പിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും പാടിത്തീർക്ക്. വേഗം നിർത്തണം, എനിക്കുറങ്ങണം. എന്തെങ്കിലും ചെയ്യാനാവും മുൻപ് അത് സംഭവിച്ചു കഴിഞ്ഞു. കുട്ടി സ്വാമിയുടെ മേലെയെല്ലാം മൂത്രമൊഴിച്ചു. അയാളുടെ കിടക്ക മുഴുവൻ. ആ പടുവൃദ്ധൻ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അയാൾ അലറി, എടാ വിധി, ഇതാണോ നിന്റെ പാട്ട്? കുട്ടി പറഞ്ഞു, സ്വാമി മറന്നു. കുറെ ദിവസം മുൻപ് മൂത്രമൊഴിക്കണമെന്ന് പറയാൻ പാടില്ലെന്ന് സ്വാമി അമ്മയോട് പറഞ്ഞില്ലേ? കുട്ടി ദിവസം മുഴുവൻ ഉറങ്ങുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി സുഖസുഷുപ്തിയിലാണ്. രാത്രിയിലവൻ കൈകാലിട്ടിളക്കി നിങ്ങളെ ഉണർത്തുന്നു. ഒരു കുട്ടിയെ ഇതുപോലെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കാനും പോറ്റി വളർത്താനും പുരുഷനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവൾക്ക് മാത്രമുള്ള ശക്തിയാണ്, തികച്ചും വിഭിന്നമായ ഒരു ശക്തി. ക്രിയോന്മുഖവും നശീകരോന്മുഖവുമായ രണ്ട് ശക്തികളുണ്ട്. ഒന്ന് വിദ്വേഷത്തിൻ്റെതാണ്, മറ്റേത് സ്നേഹപൂർണവും. സ്നേഹം, വിശ്വാസം, സൗന്ദര്യം, ആത്മാർത്ഥത, സത്യസന്ധത ഇതെല്ലാം സ്ത്രീയുടെ ഗുണങ്ങളാണ്. പുരുഷനിലുള്ള മറ്റെല്ലാ ഗുണങ്ങളിലും വലുതാണ് ഇവ. അവന്റെ സ്വഭാവങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. യുദ്ധത്തിൽ സ്വാഭാവികമായി സ്നേഹം ഉപയോഗശൂന്യമാണ്. അവിടെ സത്യത്തിന് വിലയില്ല. അവിടെ സൗന്ദര്യത്തിന് ആകർഷണീയതയില്ല. വശ്യമായ മൃദുഭാവങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. യുദ്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പരുക്കൻ കല്ലുകളേക്കാൾ ഗാഠമായ മനസ്സാണ്. യുദ്ധരംഗത്ത് നിങ്ങൾ വെറുക്കുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. നാശോന്മുഖമായ ഭ്രാന്തിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കപ്പെടുന്നു. മണി ടെക് മീഡിയയ്ക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്.